Hello everyone, welcome to Franklin's Lectures, India's #1 engineering education platform. My name is Fahim Ahmad and from Franklin's Lectures we are giving you Target Gate 2026. So in the number ഗേറ്റ് 2026 എന്താണ് അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. സോ ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സിന്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ഒരു റിഫ്രഷർ കോഴ്സ് ആണ് ഇവിടുന്ന് ചേരാൻ പോകുന്നത്. സോ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ കാൽക്കുലസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് നിങ്ങൾക്കറിയാം എല്ലാ ബ്രാഞ്ചസിനും കോമൺ ആയി വരുന്ന ഒരു പേപ്പർ ഇതായിരുന്നു. അതിൽ സെക്ഷൻ 1 ആയിട്ട് എല്ലാ പേപ്പേഴ്സിലും അതിൽ എല്ലാ ബ്രാഞ്ചസിലും നമുക്ക് എന്താണ് സിലബസിൽ കോമൺ ആയിട്ട് വരുന്നതാണ്. അതിൽ തന്നെ കാൽക്കുലസും അതിൽ എന്താണ് എല്ലാ ബ്രാഞ്ചസിനും കോമൺ ആയി വരുന്ന ഒരു സബ് സെക്ഷനുമാണ്. സോ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്താണ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് തുടങ്ങുന്നുണ്ടെങ്കിൽ ഗേറ്റിന്റെ ഒരു ബ്രീഫ് ഓവർവ്യൂ ഞാൻ തരാം. ഗേറ്റ് എന്താണ് നമുക്കറിയാം, 3 hours എക്സാം ആണ് ആൻഡ് 100 മാർക്സിനുള്ള എക്സാം ആണ്. ഓക്കെ, അതിൽ തന്നെ എന്താണ് നമുക്ക് 3 types ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. MCQ ഉണ്ട്, MSQ ഉണ്ട്, NAT ഉണ്ട്. MCQ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. അത് 1 മാർക്ക് ആവാം, 2 മാർക്ക് ആവാം. ഈ MCQന്റെ പ്രത്യേകത എന്താണ്, അതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഓക്കെ, നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ 1 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ ഇഫ് ദ ആൻസർ ഇസ് റോങ് 1/3 ഓഫ് ദാറ്റ് മാർക്ക് വിൽ ബി ഡിഡക്റ്റഡ് ആൻഡ് 2 മാർക്സിന്റെ ക്വസ്റ്റ്യനിൽ 2/3 ഓഫ് ദാറ്റ് മാർക്ക് വിൽ ബി ഡിഡക്റ്റഡ് ഇഫ് ദ ആൻസർ ഇസ് റോങ്. ഓക്കെ, അങ്ങനെയാണ് MCQന്റെ കേസിൽ വരുന്നത്. പിന്നെ MSQ പറഞ്ഞാൽ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ്. അതെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സസ് ശരിയാവുന്ന ക്വസ്റ്റ്യൻസ്. അതിൽ പ്രത്യേകത പറഞ്ഞാൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, പക്ഷെ പാർഷ്യൽ മാർക്കിംഗും ഇല്ല. ഓക്കെ, ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ 4 ഓപ്ഷനും കറക്റ്റ് ആണ്, ബട്ട് നിങ്ങൾ 2 ഓപ്ഷനെ കറക്റ്റ് ആയിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് പാർഷ്യൽ മാർക്കിംഗ് ഒന്നും തരില്ല. ഓക്കെ, സോ നെഗറ്റീവ് മാർക്കിംഗും ഇല്ല, പാർഷ്യൽ മാർക്കിംഗും ഇല്ല MSQ ഇല്ല. ദെൻ NAT ടൈപ്പ് എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് എന്നാണ്. ന്യൂമറിക്കൽ ആൻസർ ടൈപ്പിൽ എന്താ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ എന്താ, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, പക്ഷെ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പിൽ നിങ്ങളോട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും ആ ആൻസർ ഏത് നമ്പർ ഫോമിൽ എഴുതേണ്ടത്, ലൈക്ക് ഇൻറ്റിജറിലാണോ ഡെസിമൽ ഫോമിലാണോ, ഡെസിമലിന് എത്ര ഡെസിമൽസ് വേണം, അത് സ്പെസിഫൈ ചെയ്ത ഡെസിമൽസ് എഴുതിയാൽ മാത്രമേ നമുക്ക് അതിന്റെ കറക്റ്റ് ആൻസർ ലൈക്ക് മാർക്ക് കിട്ടുള്ളൂ, അല്ലാതെ മാർക്ക് തരില്ല. ഓക്കെ, സോ അങ്ങനെയാണ് ചോയ്സ് ടൈപ്സ് വരുന്നത്. പിന്നെ മാർക്സിന്റെ ലൈക്ക് ബ്രേക്ക് ഡൗൺ വരുമ്പോൾ എങ്ങനെയാണ്, ഞാൻ പറഞ്ഞു 100 മാർക്സിൽ നിങ്ങൾക്ക് എന്താണ് 85, 15 എന്ന് ബ്രേക്ക് ഡൗൺ ഉണ്ട്. 15 എന്താണ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ്, 85 നിങ്ങളുടെ സബ്ജക്ട് റിലേറ്റഡ്. ആ സബ്ജക്ട് റിലേറ്റഡിൽ തന്നെ 13 എന്താണ് 1, 3, 13 എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിനാണ്. ആൻഡ് ബാക്കി 72 ആണ് നിങ്ങളുടെ സബ്ജക്ട് റിലേറ്റഡ്. നിങ്ങൾ ഏതാണോ ബ്രാഞ്ച് അതിന്റെ സബ്ജക്ട് റിലേറ്റഡ് വരിക. ഓക്കെ, സോ അങ്ങനെയാണ് ഗേറ്റിന്റെ ബ്രേക്ക് ഡൗൺ വരുന്നത്. സോ നമ്മൾ 13 മാർക്സിന് എന്താണ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ വരുന്നുണ്ട്. അതിൽ തന്നെ കാൽക്കുലസ് ഒരു 3 to 5 എല്ലാ കൊല്ലവും എന്താണ് ചോദിക്കുന്നത്, 3 to 5 മാർക്സിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, സോ കാൽക്കുലസ് ഈസ് ഇമ്പോർട്ടന്റ്. ദാറ്റ്സ് വൈ ഐ എം സ്റ്റാർട്ടിംഗ് ദിസ് സീരീസ് വിത്ത് കാൽക്കുലസ്. ഓക്കെ, എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാൽക്കുലസ് വെച്ചുകൊണ്ട് അതുകൊണ്ടാണ്. ഓക്കെ, സോ ഈ ഗേറ്റിന്റെ ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് തന്നെ എന്താണ് ഒരു പ്രിപ്പറേഷൻ ആയിങ്ങാണ്ട്, ഒരു റിഫ്രഷർ ആയിങ്ങാണ്ട്, ഒരു എന്താണ് ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യായിരിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യായിരിക്കും. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യല്ലേ, തുടങ്ങല്ലേ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the value of x such that x greater than 1 satisfying the equation integral 1 to x t ln t dt is equal to 1/4 is option A root of e, option B e, option C e square and option D e minus 1. Okay, so question എന്താ ചോദിച്ചിട്ടുള്ളത്, ഈ ഒരു ഇക്വേഷൻ ദാറ്റ് ഈസ് ഇന്റഗ്രൽ 1 to ഈ ഒരു ഇന്റഗ്രൽ ഇക്വേഷൻ ദാറ്റ് ഈസ് ഇന്റഗ്രൽ 1 to x t ln dt equal to 1/4 എന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂ ഓഫ് എക്സിനെ നമ്മൾ കണ്ടെടുക്കേണ്ടത്. ആൻഡ് കണ്ടീഷൻ എന്താണ്, എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, സോ നമ്മൾ എന്താണ് ആ ഇന്റഗ്രലിൽ ഇവാലുവേറ്റ് ചെയ്യണം, അതാണ് നമുക്ക് ചെയ്യേണ്ടത്. സോ ഗിവൺ എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്, നമുക്ക് എന്താ തന്നിട്ടുണ്ടെന്നില്ല, നമ്മൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം നമുക്ക് ചെയ്യേണ്ടത്. സോ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഇന്റഗ്രൽ 1 to x t ln dt ln of t dt equal to 1/4 എന്നാണ് തന്നിട്ടുള്ളത്. വേർ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്, നമുക്ക് ഇന്റഗ്രൽ 1 to x t ln t dt ഇവാലുവേറ്റ് ചെയ്യണം. സോ ഇതിലെന്താണ് ഈ ഫംഗ്ഷൻ ഇന്റഗ്രേഷൻ നോക്കുമ്പോൾ എന്താണ്, ആ ഇന്റഗ്രലിൽ നമുക്ക് എന്താ 2 ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പൊ 2 ഫംഗ്ഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ യൂഷ്വലി എന്താ ചെയ്യാറ്, നമുക്ക് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇന്റഗ്രേഷൻ ബൈ പാർട്സിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, ഇന്റഗ്രൽ
first function let's consider it as u and second function let's consider it as v. So integral uv dx is equal to എന്തായിരുന്നു u into first function into integral of second function minus എന്തായിരുന്നു integral of derivative of first function that is du by dx and integral of second function that is v dx and dx. ഈ dx എന്താണ് നമ്മളുടെ ടോട്ടൽ ഇന്റഗ്രലിന്റെ ആൻഡ് ഈ dx എന്ന് പറഞ്ഞാൽ ഈ ഉള്ളത്തെ ഇന്റഗ്രലിന്റെ അങ്ങനെയാണ് വരിക. അപ്പം ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, അങ്ങനെയാണ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഇതിൽ തന്നെ ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷനും എങ്ങനെ ചൂസ് ചെയ്യാന്നുള്ളത് നമുക്ക് അറിയാം. എന്താണ് ഐലൈറ്റ് ഫോം എന്ന് പറയാം അല്ലെ, ഐലൈറ്റ് ഫോം എന്നാണ് പറയാ. അപ്പൊ ആ ഐലൈറ്റ് ഫോം ഞാനൊന്ന് ഡിനോട്ട് ചെയ്യാം. സോ ഐലൈറ്റ് ഫോം എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ അറിയും. ഐലൈറ്റ് ഫോം പറഞ്ഞാല് ഇൻവേഴ്സ് ലോഗരിതമിക് ആൾജിബ്രായിക് എന്തായിരുന്നു ഐലൈറ്റ് ട്രിഗ്നോമെട്രിക് ആൻഡ് എക്സ്പോണൻഷ്യൽ, അങ്ങനെയാണ് ഐലൈറ്റ് ഫോം എന്ന്. സോ ഏതാണ് ഇൻവേഴ്സും ലോഗും വരുമ്പോൾ ഇൻവേഴ്സിനാണ് ഫസ്റ്റ് പ്രസിഡൻസ് കിട്ടല്ലേ, ഫസ്റ്റ് പ്രയോറിറ്റി. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എന്താണ് ഈ ഒരു ഓർഡറിലാണ് എടുക്കേണ്ടത്. ഓക്കെ, ഈ ഒരു ഓർഡറിലാണ് എടുക്കേണ്ടത്. നമുക്കൊരു ഇൻവേഴ്സ് ഫംഗ്ഷനും അതേപോലെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ തരികയാണ്. എന്താണ് നമ്മൾ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ടും ഇൻവേഴ്സ് ഫംഗ്ഷൻ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇൻവേഴ്സ് സാധാ ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്താണ് ഒരു ആൾജിബ്രായിക് ഫംഗ്ഷൻ ആണ്, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന്റെ അനുസരിച്ചാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. സോ ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് ടി എന്ന് പറഞ്ഞാൽ ഒരു algebraic function ആണ്, ln of t എന്ന ഒരു ലോഗരിതമിക് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇവിടെ എന്താണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഏതായിരിക്കും, ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതും സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതുമായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ അതിന്റെ ബേസിൽ നമുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ് തന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ എന്താണ് നമ്മൾ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്ത് എന്നിട്ട് നമുക്ക് അതിൽ വാല്യൂ കൊടുക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഫൈൻഡ് ഇന്റഗ്രൽ ln t into dt. So അതെന്തായിരിക്കും വരിക, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് വരും. ഓക്കെ, ഇത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. സോ ഇത് എന്തായിരിക്കും ln t ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് എക്സ് ടി എക്സ് എന്തായിരുന്നു എക്സ് സ്ക്വയർ ബൈ 2 ആണ്. അപ്പൊ ഇവിടെ എന്തായാലും ടി സ്ക്വയർ ബൈ 2 എന്ന് വരും, ടി സ്ക്വയർ ബൈ 2 ആൻഡ് ഇന്റഗ്രൽ ഓഫ് എന്താണ് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് ഫംഗ്ഷൻ എന്താണ് d ബൈ dx ഓഫ് ln x എന്ന 1 ബൈ x ആണ്. സോ d ബൈ dt ഓഫ് ln t എന്തായിരിക്കും 1 ബൈ t അല്ലെ, 1 ബൈ t എന്ന് വരും. സോ ദെൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ടി ഡി ടി എന്ന് പറയുമ്പോൾ ഇൻറ്റു എന്താണ് ടി സ്ക്വയർ ബൈ 2 ഡി ടി എന്ന് വരും. ഓക്കെ, ഇവിടെ ടി സ്ക്വയറിൽ ടിയും ഒരു ടി ആൻഡ് 1 ബൈ ടിയിലെ ടിയും ക്യാൻസൽ ചെയ്യാം. സോ വാട്ട് വിൽ ഹാപ്പൻ, ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ടി സ്ക്വയർ ബൈ 2 ഇൻറ്റു ln ഓഫ് ടി മൈനസ് ഇന്റഗ്രൽ എന്ത് വരും, ഇവിടെ ഇന്റഗ്രലിൽ നിന്ന് ഞാൻ 1/2 പുറത്തോട്ട് എടുക്കുന്നു. കാരണം എന്താണ് അതൊരു കോൺസ്റ്റന്റ് ആണ്, നമുക്ക് അതിൽ അവിടെ വെക്കേണ്ട കാര്യമില്ല. അപ്പൊ എന്താണ് ടി ഡി ടി എന്ന് വരും. സോ എന്താ ബാക്കി വരിക, സോ ദിസ് വുഡ് ബി കം അപ് ടു ടി സ്ക്വയർ ln ഓഫ് ടി മൈനസ് എന്തായിരിക്കും 1/2 ഇൻറ്റു ടി സ്ക്വയർ ബൈ 2 എന്ന് വരും. അപ്പൊ നമുക്ക് എന്താണ് ടി സ്ക്വയർ ബൈ 4 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? അങ്ങനെ ആയിരിക്കും എന്താണ് വരിക. സോ ഇനി എന്താണ്, ഇനി നമുക്ക് എന്താ നമുക്ക് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. സോ ഇന്റഗ്രൽ 1 to x ln t dt എന്ത് വരും, ln t ഇൻറ്റു ടി ഡി ടി എന്നുള്ളത് എന്താണ് ഇത് ഈ ഫംഗ്ഷൻ നമുക്ക് ഇവിടെ കിട്ടിയ ഫംഗ്ഷന്റെ ലിമിറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി. സോ നമുക്ക് കിട്ടും ടി സ്ക്വയർ ബൈ 2 ഇൻറ്റു ln t മൈനസ് ടി സ്ക്വയർ ബൈ 4 1 to x എന്ന് വരും. സോ നമ്മൾ ഇന്റഗ്രൽ എന്താണ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അതിൽ കൊടുക്കുക. സോ നമുക്ക് എന്ത് കിട്ടും, എക്സ് സ്ക്വയർ ബൈ 2 ഇൻറ്റു ln x മൈനസ് എക്സ് സ്ക്വയർ ബൈ 4 എന്ന് പറയും. അത് അപ്പർ ലിമിറ്റിന്റെ കേസ്. ദെൻ എന്താണ് ലോവർ ലിമിറ്റ് ഇടുകയാണെങ്കിലോ, ലോവർ ലിമിറ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1 ആണ്. 1 ആകുമ്പോൾ എന്താണ് ഇവിടെ 1/2 ഇൻറ്റു ln 0 എന്താണ് 0 ആണ്. കാരണം സോറി ln 1 എന്താണ് 0 ആണ്. സോ നമുക്ക് എന്താണ് 0 മൈനസ് 1/4 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അത് ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് അതെന്താ കിട്ടുക, ഇവിടെ എന്താ സംഭവിക്കുക, ഇവിടെ എന്താണ് ഇത് ഇങ്ങനെ തന്നെ എഴുതാം. പിന്നെ ഇവിടെ എന്താണ് മൈനസ്
ഓഫ് മൈനസ് 1/4 ആകുമ്പോൾ പ്ലസ് 1/4 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഫൈനലി നമുക്ക് എഴുതാൻ പറ്റുക എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു x²/2 ഇൻറ്റു ln(x) മൈനസ് x²/4 പ്ലസ് എന്ത് 1/4 എന്ന് വരും. ഇനി എന്താ നമുക്ക് തന്ന കണ്ടീഷൻ എഴുതാം. നൗ tn ln t, അത് ആ കണ്ടീഷൻ എഴുതാം. സോ നൗ വി ക്യാൻ റൈറ്റ് ഇന്റഗ്രൽ 1 to x എന്താണ് ln t dt is equal to 1/4. ആൻഡ് അതിന്റെ ഇക്വേഷനാണ് നമുക്ക് മേലെ കിട്ടിയത്. അതിന്റെ എന്താണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തതാണ് നമുക്ക് മേലെ കിട്ടിയത്. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് ഗിവ്സ് എന്താണ് x²/2 ln of x minus x²/4 plus 1/4 equal to 1/4. ഇവിടെ 1/4 1/4 cancel ചെയ്യാം. So what will we get? We will get x²/2 into ln of x minus x²/4 equal to 0. ഇനി എന്താ ഇവിടെ ഇവിടെ 2 ആണ് എന്ത് ഡിനോമിനേറ്റർ, ഇവിടെ 4 ആണ്. അപ്പോൾ നമുക്ക് LCM എടുക്കാം, കോമൺ മൾട്ടിപ്പിൾ എടുക്കാം. സോ ഇവിടെ എന്താണ്, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ 4 ആവും. ആൻഡ് ആ 4 നമുക്ക് എന്താണ് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊടുത്താൽ 0 into 4 ആവും. സോ 0 ആവും. സോ we can simplify it as x² into ln of x minus x² equal to 0 ആയിരിക്കും. സോറി 2x² എന്നുണ്ടാവും അല്ലേ, കാരണം 2 ആണ് അവിടെ കൊടുത്തത്. അങ്ങനെയാണെങ്കിലോ ഇവിടെ എന്താണ് x² കോമൺ അല്ല, അപ്പൊ നമുക്ക് പുറത്ത് എടുക്കാലോ. അപ്പൊ x² കോമൺ എടുത്ത് പുറത്തേക്ക് എടുത്ത് എന്ത് സംഭവിക്കുക, x² ഇൻറ്റു നമുക്ക് 2 ln x minus 1 equal to 0. അപ്പൊ ഇവിടെ എന്താണ് രണ്ട് ഫംഗ്ഷൻസ് അല്ലേ, ഒരു ഇത് x² ഒരു പാർട്ട് x²ഉം മറ്റേത് 2 ln x minus 1 കൊടുക്കാം. അപ്പൊ എന്താണ് ഇവിടെ ഈക്വൽ ടു പ്രൊഡക്റ്റ് 0 ആയതുകൊണ്ട് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഷുഡ് ബി 0. പക്ഷെ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ നിൽക്കുന്നത് എന്താണ്, വി ഹാവ് എന്താണ് ക്വസ്റ്റ്യൻ നിൽക്കണേ x ഈസ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, x ഈസ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്ത്, then x² cannot be equal to 0 അല്ലെ. x² എന്തായാലും 0 അല്ല, x ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ x² ഒരിക്കലും എന്താണ് 0 ആവില്ല. അതുകൊണ്ട് എന്താണ് we get 2 ln x minus 1 is equal to 0. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും, 2 ln x is equal to 1 എന്ന് കിട്ടും. So that will give us ln x is equal to 1/2. ഇനി എന്താ നമുക്ക് എക്സ്പോണൻസ് എടുക്കാം. അപ്പൊ taking exponent on both sides, അപ്പൊ എന്താ കിട്ടുക, e⁻n ln x എന്ന് പറഞ്ഞാല് നമുക്ക് എന്ത് കിട്ടും, x കിട്ടും. ഓക്കെ, x കിട്ടും. ആൻഡ് e⁻1/2 എന്ന് പറയും. e⁻1/2 എന്ന് പറഞ്ഞാൽ which can be written as root of e. സോ അതാണ് നമുക്ക് എന്ത് ആൻസർ കിട്ടുക. ക്ലിയർ അല്ലേ? നമ്മൾ എന്താണ് കണ്ടുപിടിച്ചു ആൻസർ, നമുക്ക് കിട്ടിയത് റൂട്ട് ഓഫ് ഇ എന്നാണ്. നമുക്ക് നോക്കാം ഇനി ഓപ്ഷൻസിൽ അത് ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, സോ ഓപ്ഷൻസിൽ നോക്കുമ്പോൾ എന്താണ് റൂട്ട് ഓഫ് ഇ എന്താണ് ഫസ്റ്റ് ഓപ്ഷൻ ആണ്. സോ റൂട്ട് ഓഫ് ഈസ് ദി ആൻസർ. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. So next question, consider the given function f of x. F of x is equal to ax plus b for x less than 1 and x cube plus x square plus 1 for x greater than or equal to 1. If the function is differentiable everywhere, the value of b must be. എന്താണ് values എന്ന് ചോദിക്കുന്നത്, and rounded off to 1 decimal place. So last question ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് 1 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിലെന്താണ് നമുക്കൊരു സ്പെസിഫിക്കേഷൻ ഉണ്ട്, എന്താണ് ഇറ്റ് മസ്റ്റ് ബി റൗണ്ടഡ് ഓഫ് ടു 1 decimal place. അപ്പൊ ആ ഒരു പോയിന്റ് നമ്മൾ എന്താണ് ഓർത്ത് വെക്കണം. ഓക്കെ, സോ നമുക്ക് എന്താണ് നമുക്ക് തന്ന ഫംഗ്ഷൻ എന്താണ്, f of x is equal to ax plus b and x square plus x cube plus x square plus 1 എന്ന് വരും. for എന്ത് വരും, x is less than 1 and for x is greater than or equal to 1. ഇനി ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയുക തിയറി എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് എവറി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അല്ലെ.
എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷെ അതിന്റെ റിവേഴ്സ് ശരിയാണോ? അല്ല, എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷനും ഡിഫറൻഷ്യബിൾ ആവണമെന്നില്ല. പക്ഷെ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ് എല്ലാ സ്ഥലത്തും. ഇഫ് ദ ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ എവരിവെയർ ദെൻ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എവരിവെയർ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ എവരിവെയർ. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എവരിവെയർ അല്ലേ? ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളെന്താണ്, നമ്മുടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 1ന്റെ ബേസ് ചെയ്തും കണ്ടില്ലാണ്, അതിന്റെ ലെസ്സും ഗ്രേറ്റും നമുക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ പോയിന്റിന്റെ കേസ് എടുക്കാം. ഇഫ് ദ ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ എവരിവെയർ ദെൻ ദ ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 1 ആസ് വെൽ ആസ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1. ശരിയല്ലേ? അപ്പൊ നമുക്ക് അത് എഴുതാം. ഓക്കെ, സോ ഇഫ് എഫ് ഓഫ് എക്സ് if f of x is differentiable everywhere, then f of x is differentiable everywhere. ആവുമ്പോൾ എന്താ, f of x ഒരു പോയിന്റിലും അതിന്റെ എല്ലാ പോയിന്റിലും ഡിഫറൻഷ്യബിൾ ആകുമ്പോൾ f of x is differentiable at x is equal to 1, and if f of x is differentiable at x is equal to 1, then we can say that f of x is continuous at x equal to 1. At x equal to 1. അപ്പം എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസും ആണ് ഡിഫറൻഷ്യബിൾ ആണ്. ഈ രണ്ട് പോയിന്റ് വെച്ചുകൊണ്ട് നമ്മൾ ഈ ആൻസർ കണ്ടുപിടിക്കാറുണ്ട്. അപ്പൊ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം ആൻഡ് വാല്യൂ ഓഫ് ഫംഗ്ഷൻ ലിമിറ്റ് ഈക്വൽ ആവണം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആകുമ്പോഴോ അവിടുത്തെ കണ്ടിന്യൂസ് ആകുമ്പോൾ എന്താണ്, നമ്മളുടെ ലിമിറ്റിന്റെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ദാറ്റ് ഫംഗ്ഷൻ വിൽ ബി ഈക്വൽ ടു ദ വാല്യൂ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. ആൻഡ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എന്താണ്, ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം, അത് ഈക്വൽ ആണ് അല്ലെ? അപ്പൊ ആ രണ്ട് പോയിന്റാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ലിമിറ്റ് എന്തായിരിക്കും ഇങ്ങനെ നമുക്ക് നോക്കാം. സോ നമുക്ക് കണ്ടുപിടിക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് എന്തായിരിക്കും നമുക്ക് കിട്ടുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ്, അല്ലെങ്കിൽ നമുക്ക് എന്താണ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കാം അല്ലെ? കാരണം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യണം, അത് ഈക്വൽ ആയാലും ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറയാൻ പറ്റും. സോ നമുക്ക് LHL കണ്ടുപിടിക്കാം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താ നമ്മൾ കണ്ടത്? അറ്റ് എക്സ് ഈക്വൽ ടു 1. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 1 അതെന്തായിരിക്കും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. അപ്പോൾ എക്സ് ടു എക്സ് ലെസ് ദാൻ 1 എന്താണ്? എഫ് ഓഫ് എക്സ് ax പ്ലസ് ബി ആണ്. സോ ax പ്ലസ് ബി ആണ്. സിൻസ് ദിസ് ഈസ് എ കോമൺ പോളിനോമിയൽ ഫംഗ്ഷൻ സിമ്പിൾ ലീനിയർ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് എന്താണ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൽ കറക്റ്റ് എന്താണ് 1 മൈനസ് അങ്ങനത്തെ മെത്തേഡ് ഒന്നും യൂസ് ചെയ്യേണ്ട, ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് തന്നെ കിട്ടുന്നതാണ്. സോ നമുക്ക് എന്ത് കിട്ടും? ദിസ് ഈസ് ഈക്വൽ ടു a ഇൻറ്റു 1 പ്ലസ് ബി എന്ന് കിട്ടും. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ബേസിക്കലി a പ്ലസ് ബി എന്ന് പറയാം. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റോ, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്തായിരിക്കും? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 1 വിൽ ബി ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് x tends to 1. എന്താണ് നമ്മളെ ഫംഗ്ഷൻ? ഫോർ x ഗ്രേറ്റർ ദാൻ 1 x ക്യൂബ് പ്ലസ് x സ്ക്വയർ പ്ലസ് 1 അത് നമ്മൾ എഴുതാം. സോ x ക്യൂബ് പ്ലസ് x സ്ക്വയർ പ്ലസ് 1 എന്നായിരിക്കും. സോ ഇത് ചെയ്യുമ്പോൾ 1 ക്യൂബ് പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 3. ആൻഡ് എഫ് ഓഫ് 3 എന്താ വെച്ചാൽ എഫ് ഓഫ് 1 എന്തായിരിക്കും വരിക? എഫ് ഓഫ് 1ഉം എന്താണ് ഇതേ വാല്യൂ ആയിരിക്കും. എഫ് ഓഫ് 1 ഇസ് ഈക്വൽ ടു എന്ത് വരും? എഫ് ഓഫ് 1 ഇസ് ഈക്വൽ ടു 1 ക്യൂബ് പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 എന്ന് വരും, which is equal to 3. അപ്പൊ എന്താണ് ഇത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. എന്താണ് LHL ഈക്വൽ ടു RHL ആണ്, ബോത്ത് ഈക്വൽ, അത് രണ്ടും ഈക്വൽ ആണ്, ആൻഡ് ഈക്വൽ ടു എഫ് ഓഫ് ദാറ്റ് വാല്യൂ ആണ്. സോ LHL ഈക്വൽ ടു RHL എന്ന് പറഞ്ഞാൽ ഹിയർ നമുക്ക് പറയാൻ പറ്റാം LHL will be equal to RHL. So LHL is equal to RHL. That gives എന്ത് കിട്ടും? A plus B equal to 3. Okay, A plus B equal to 3 എന്ന് കിട്ടും. Let's put that as equation number 1. Clear അല്ലേ? ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്? ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും കണ്ടുപിടിക്കാം. സോ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഫസ്റ്റ് കണ്ടുപിടിക്കാം. സോ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്തായിരിക്കും? ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്തായിരിക്കും? അവിടെ നമുക്ക് ഫസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് പറഞ്ഞാൽ എ എക്സ് പ്ലസ് ബിനെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. സോ അവിടെ എന്താണ്? എ എന്ന് വരും അല്ലേ? കാരണം എ ഇൻറ്റു എക്സ് ആകുമ്പോൾ
എന്താണ് a വരും and plus b എന്നാൽ എന്താണ് ഒരു കോൺസ്റ്റന്റ് ആണ്. So that will become 0. So a into 1 plus 0 എന്നായിരിക്കും a എന്ന് എഴുതാം. Then right hand derivative that will be f dash of x equal to എന്ത് വരും ഇതിന്റെ ഡെറിവേറ്റീവ്. സോ എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1. എക്സ് ക്യൂബിന്റെ എന്താണ് 3x സ്ക്വയർ എന്നായിരിക്കും അല്ലെ, 3x സ്ക്വയർ ദെൻ എക്സ് സ്ക്വയറിന്റെ 2x പ്ലസ് 1ന്റെ 0 ഇങ്ങനെയാണ് വരിക. ഇനിയോ ഇതെന്താണ് അറ്റ് 1 നമുക്ക് എന്താ കണ്ടുപിടിക്കണം. ഓക്കെ, സോ LHD അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്തായിക്കാരം എഫ് ഡാഷ് ഓഫ് 1 a തന്നെയാണ്. ആൻഡ് RHD അറ്റ് എക്സ് ഈക്വൽ ടു 1 f dash of 1 is equal to എന്ത് വരും 3 of 1 square plus 2 of 1 എന്ന് വരും, which is equal to 5. ഇനി എന്താണ് LHD ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഈക്വൽ ആവണം. That gives എന്താണ് a is equal to 5 എന്ന് വരും. ഓക്കെ, ശരിയല്ലേ? അപ്പൊ ഇക്വേഷൻ അത് 2. ഇനി എന്താ ഫ്രം 1 and 2 നമുക്ക് എന്ത് കിട്ടും? എന്റെ വാല്യൂ കിട്ടി, നമുക്ക് ബിന്റെ വാല്യൂ കാണണം അല്ലെ. ബിന്റെ വാല്യൂ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ കാണേണ്ടത്. സോ a is equal to 5, then we will get from 1 and 2 5 plus b is equal to 3 എന്ന് വരും. Therefore we can write b is equal to എന്താണ് -2. പക്ഷേ എന്താണ് നമ്മളെ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിക്കണേ, ദ ആൻസർ മസ്റ്റ് ബി റൗണ്ടഡ് ഓഫ് ടു 1 decimal place എന്ന് തന്നിരിക്കുന്നത്. നമുക്ക് 2 തരുമ്പോൾ നമ്മളുടെ ആൻസർ എന്താ വരിക, നമുക്ക് എന്താ കിട്ടുക is equal to -2.0 because the answer should be rounded off to 1 decimal place. ക്ലിയർ അല്ലേ? അപ്പം നിങ്ങൾ -2.0 എന്ന് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടുള്ളൂ. -2 എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. സോ ബി കെയർഫുൾ. ഓക്കെ, സോ ദിസ് ഈസ് ദി ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്താലോ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ലെറ്റ് f of x be a continuous function from R to R such that f of x is equal to 1 minus f of 2 minus x. Which one of the following options is the correct value of integral 0 to 2 f of x dx? Which one of the following options എന്ന് പറയുമ്പോൾ ഒരു MCQ ക്വസ്റ്റ്യൻ ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. 1 മാർക്കിന് ചോദിച്ച. ഓക്കെ, സോ ലെറ്റ് f of x be a continuous function ആണ് പറഞ്ഞത്. ആൻഡ് f of x is equal to 1 minus 2 of f of x എന്ന് തന്നിരിക്കുന്നത്. ആൻഡ് ഇത് നമുക്ക് എന്താണ് ഈ ഒരു ഇന്റഗ്രൽ ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to 2 f of x dx. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? a is equal to 0, b is -1, c third option is 1 and d is 2. അപ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ലെറ്റ്സ് ജസ്റ്റ് റൈറ്റ് ദ ഫസ്റ്റ് തിങ്, ദാറ്റ് ഈസ് f of x is equal to എന്താ പറഞ്ഞത് 1 minus f of 2 minus 6 എന്ന് എഴുതിയിരിക്കുന്നത്. ഫ്രം ദാറ്റ് വി വിൽ ഗെറ്റ് ഇങ്ങനെ എഴുതാറ് ഇതിനെ, ദാറ്റ് ഈസ് f of x. f of 2 minus x നെ എന്താണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി പ്ലസ് ആവുന്നത്. അപ്പം f of 2 minus x is equal to 1 എന്ന് എഴുതാം. ഓക്കെ, ആൻഡ് ലെറ്റ്സ് പുട്ട് ദാറ്റ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി നമുക്ക് എന്താ നമ്മൾ കൺസിഡർ ചെയ്യാണ്, ലെറ്റ് i is equal to i എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ദാറ്റ് ഈസ് 0 to 2 f of x dx ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആൻഡ് ലെറ്റ് ദാറ്റ് ബി ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ ചെയ്യുന്നത്, ഡെഫിനിറ്റ് ഇന്റഗ്രലിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് യൂസിങ് ദ പ്രോപ്പർട്ടി. അതേതാണ് പ്രോപ്പർട്ടി എന്ന് ഞാൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദാറ്റ് ഈസ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഹാസ് ദിസ് പ്രോപ്പർട്ടി ദാറ്റ് integral a to b f of x dx can be written as integral a to b f of a plus b minus x dx എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ എന്ത് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എന്താണ് നമ്മൾ അത് ഈ ഒരു പ്രോപ്പർട്ടി അവിടെ യൂസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അത് യൂസ് ചെയ്ത് സംഭവിക്കുക. Therefore we can write I is equal to integral 0 to 2 f of എന്താണ് upper limit plus lower limit minus x എന്ന് വരും dx. ഇതെന്തായിരിക്കും which is equal to integral 0 to 2 f of 2 minus x dx എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് let this be equation number, sorry, this will be equation number 2, so this will be equation number 3. ഇനി എന്താ നമുക്ക് ഈ ഇക്വേഷനും
സെക്കൻഡ് ഇക്വേഷൻ തേർഡ് ഇക്വേഷൻ ആഡ് ചെയ്യാം. സോ നമുക്ക് എന്താ വരിക, ലെറ്റ് സെക്കൻഡ് ഇക്വേഷൻ പ്ലസ് തേർഡ് ഇക്വേഷൻ ആഡ് ചെയ്താൽ എന്താണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് രണ്ടും ഐ ആണ്. സോ ഇറ്റ് വിൽ ബിക്കം 2i എന്ന് വരും, which is equal to integral 0 to 2 f of x dx plus integral 0 to 2 f of 2 minus x dx എന്ന് വരും. ശരിയല്ലേ? അപ്പൊ എന്താണ് that gives എന്താണ് 2i is equal to ഇതിൽ രണ്ടിലും എന്താണ് ലിമിറ്റ് കോമൺ ആണല്ലോ, ഇന്റഗ്രേഷൻ ലിമിറ്റ് കോമൺ ആണല്ലോ, അപ്പൊ നമുക്ക് കോമൺ ഇത് പുറത്തേക്ക് എടുത്താലോ. ഓക്കെ, സോ ദെൻ we can write integral 0 to x എന്താണ് f of x plus f of 2 minus x എന്ന് വരും equal to dx. ഇനി ഫസ്റ്റ് ഇക്വേഷൻ എന്താണ് f of x plus f of 2 minus x is equal to 1 എന്ന് എഴുതിക്കൂടെ. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം from 1 എന്താണ് അവിടെ കിട്ടുക, that gives എന്ത് വരും 2i is equal to integral 0 to 2 1 dx എന്ന് വരും, which is equal to എന്താണ് x ആണ്. so integral 0 to 2 x എന്ന് വരും, which is equal to 2 minus 0 എന്ന് വരും. that gives എന്താണ് 2i is equal to 2. therefore എന്താണ് i is equal to i equal to 1 എന്ന് വരും. that will be the answer. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എന്താണ് ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്ത് കണ്ടാണ് ഇവിടെ ചെയ്തത്. സോ വാട്ട് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ? ദ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ. സോ ലെറ്റ് us put this in a box. Okay, so now let's move on to the next question. So the question is, let f of x is equal to x cube plus 15x square minus 33x minus 36 be a real valued function. Which one of the following statements is or are true? Is or are true എന്ന് പറയുമ്പോൾ എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് ആവാം or one more than one ആവാം. So this is a multiple select question. Okay, multiple select question ആണ്. അപ്പോൾ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? f of x does not have a local maximum, f of x has a local maximum, f of x does not have a local minimum, and f of x has a local minimum. അപ്പോൾ നമുക്ക് ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നോക്കേണ്ടത്. അപ്പോൾ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് ടെസ്റ്റ് ഉണ്ട്, ഒന്ന് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റും ഒന്ന് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റും. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് എന്താണ് ഗിവൺ ഫംഗ്ഷൻ എഴുതാം. സോ f of x is equal to x cube plus 15x square minus 33x minus 36. ഓക്കെ, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ എന്താണ് നമ്മൾ ചെയ്യുക? ഫസ്റ്റ് എന്താണ് ഈ ഫംഗ്ഷന്റെ ഗിവൺ ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കും. ഓക്കെ, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇതിന്റെ ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കും? f dash of x is equal to 3x square plus 30x minus 33 എന്ന് കിട്ടും. ശരിയല്ലേ? ഇനി എന്താണ് ഈ എഫ് ഡാഷ് ഓഫ് എക്സിനെ ഈക്വൽ ടു 0 എന്താക്കും? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അതിന് ക്രിട്ടിക്കൽ പോയിന്റ് അല്ലെങ്കിൽ സാഡിൽ പോയിന്റ് എന്ന് പറയില്ലേ? അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ് അല്ലെങ്കിൽ സാഡിൽ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സിനെ ഈക്വൽ ടു 0 എന്ന് കൊടുക്കും. ദാറ്റ് ഗിവ്സ് എന്താണ് 3x സ്ക്വയർ പ്ലസ് 30x minus 33 is equal to 0 എന്ന് വരും. ഇവിടെ എന്താണ് 3 കോമൺ എടുക്കുക. 3 കോമൺ എടുക്കുമ്പോൾ x ക്യൂബ് x സ്ക്വയർ പ്ലസ് 10x minus 11 equal to 0. ഇതെന്താണ് ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ഒരു ഫാക്ടറൈസേഷൻ യൂസ് ചെയ്യാം. ഫാക്ടറൈസേഷൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് x plus 11 into x minus 1 equal to 0 എന്ന് കിട്ടും. Therefore we can write x is equal to എന്താണ് -11ഉം അതേപോലെ x is equal to 1 എന്ന് പറയാം. അപ്പോൾ ഇതെന്താണ്? These are the critical points. Okay, this is the critical points. ഇനി എന്താ ചെയ്യുക? നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, സെക്കൻഡ് ഡെറിവേറ്റീവ് ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്തായിരിക്കും? ഫംഗ്ഷന്റെ ഡബിൾ ഡെറിവേറ്റീവ്, എഫ് ഡാഷ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ്. സോ 3x സ്ക്വയർ എന്ന് പറയുമ്പോൾ 6x എന്ന് വരും. പിന്നെ 30x 30 വരും പ്ലസ് 30 മൈനസ് 33 എന്ന് പറയുമ്പോൾ അതൊരു കോൺസ്റ്റന്റ് ആയിട്ട് 0 ആയി പോകും. സോ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് 6x പ്ലസ് 30 വരും. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് തന്ന ക്രിട്ടിക്കൽ പോയിന്റ്സിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്
കണ്ടുപിടിക്കും. ഓക്കെ, ഇവാലുവേറ്റ് ചെയ്യും. ആ പോയിന്റ്സിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന വാല്യൂ, if it is less than 0, there is a local maxima. If the value is greater than 0, then it is a local minima. Ni f dash of x f double dash of that point is equal to 0, test inconclusive ആണ്. അപ്പം നമുക്ക് നോക്കാം. അപ്പം f double dash of -11 ആദ്യം ചെയ്യാം. ഓക്കെ, അതാണ് ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ് എന്താണ്, ഡബിൾ ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് കിട്ടും, 6 × -11 + 30 എന്ന് വരും, which is equal to -66 + 30, which is equal to എന്താണ്, -36, which is less than 0. അപ്പൊ less than 0 ആകുമ്പോൾ എന്താണ് അവിടെ ഉണ്ടാവുക, നമ്മൾ പറഞ്ഞ എന്താണ്, ലോക്കൽ, അവിടെ കിട്ടുക നമുക്ക് ലോക്കൽ മാക്സിമയാണ്. ലെസ് ദാൻ 0 ആണെങ്കിൽ ലോക്കൽ മാക്സിമം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അറ്റ് x ഈക്വൽ ടു എന്താണ് 1. സോ f ഡബിൾ ഡാഷ് ഓഫ് 1 എന്താണെന്ന് നോക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു 6 × 1 + 30 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 6 + 30, വിച്ച് ഈസ് ഈക്വൽ ടു 36. 36 എന്താ, ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ എന്താ അവിടെ കിട്ടുക, ലോക്കൽ മിനിമ കിട്ടും. ഓക്കെ, ലോക്കൽ മിനിമം. സോ ഈ ഫംഗ്ഷൻ നമുക്ക് തന്നെ f of x എന്താണ്, മാക്സിമയും ഉണ്ട് മിനിമയും ഉണ്ട്. ഓക്കെ, സോ നമുക്ക് എഴുതാൻ പറ്റും. സോ f of x has both local maximum and minimum. അപ്പോൾ മാക്സിമയും ഉണ്ട് മിനിമയും ഉണ്ട്. അപ്പൊ ഈ ഫംഗ്ഷന് നമ്മൾ യൂസ് ചെയ്ത ഫംഗ്ഷൻ എന്താണ്, ലോക്കൽ മാക്സിമയും ഉണ്ട് മിനിമയും ഉണ്ട്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ഓപ്ഷൻസ് കറക്റ്റ് ആക്കി നോക്കാം. നമുക്ക് ഏതൊക്കെയായിരിക്കും, സോ ഫസ്റ്റ് എന്താണ്, ലോക്കൽ മാക്സിമം മിനിമം ഉണ്ട്. സോ ആൻസർ ബി, ഓപ്ഷൻ ബിയും അതേപോലെ ഓപ്ഷൻ ഡിയും കറക്റ്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എന്താണ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ചുകൊണ്ടാണ് എന്ത് ഇവിടെ കണ്ടുപിടിച്ചത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. So the next question is the value of the following limit x tends to 0 plus root of x divided by 1 minus e to the power 2 root x എന്താണെന്നാണ് ചോദിച്ചത്. അപ്പൊ അതെന്താണ്, ഒരു ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 0+ എന്നുണ്ട്, അത് നിങ്ങൾ ടെൻഷൻ എടുക്കേണ്ട, 0 നേരെ കൊടുത്താൽ മതി. 0+ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ആണെന്നുള്ളത്, പക്ഷെ അതൊന്നും കുഴപ്പമില്ല, അത് നിങ്ങൾ നേരെ 0 കൊടുത്താൽ മതി. സോ വി ക്യാൻ റൈറ്റ് ലിമിറ്റ് x tends to 0 plus root x divided by 1 minus e to the power root x. ഓക്കെ, ഇവിടെ എന്താണ്, ഇതില് നമ്മൾ 0 നേരെ നമ്മൾ ആദ്യം എന്താ ചെയ്യുക, നമ്മൾ ലിമിറ്റ് ഒക്കെ തരുമ്പോൾ ആദ്യം 0 എന്താണോ വാല്യൂ കൊടുക്കേണ്ടത് അത് ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. അപ്പൊ എന്ത് ഫോമാ കിട്ടുന്നത് അതിനനുസരിച്ച് നമുക്ക് എന്താണ് വേറെ മെത്തേഡ്സ് യൂസ് ചെയ്യാം. അപ്പം ഇവിടെ നിങ്ങൾ 0 കൊടുക്കുകയാണെങ്കിൽ അറ്റ് x ഈക്വൽ 0 എന്ത് സംഭവിക്കും, ഇവിടെ ന്യൂമറേറ്റർ 0 ആവും, ഡിനോമിനേറ്റർ 1 minus e to the power 0 which is also 0. അപ്പൊ എന്താണ്, അറ്റ് x ഈക്വൽ ടു 0 ഇവിടെ എന്ത് വരും, 0/0 ഫോം എന്ന് വരും. ഓക്കെ, 0/0 ഫോം, അതിനെയാണ് നമ്മൾ ഇൻഡിറ്റർമിനേറ്റ് എന്ന് പറയാം. ഓക്കെ, ഇൻഡിറ്റർമിനേറ്റ് എന്ന് പറയും. അപ്പൊ ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് അവിടെ എൽ ഹോസ്പിറ്റൽ റൂള് അല്ലെങ്കിൽ എൽ ഹോസ്പിറ്റൽ റൂള് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം എൽ ഹോസ്പിറ്റൽ റൂൾ ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതാം. സോ എൽ ഹോസ്പിറ്റൽസ് റൂൾ. അപ്പം ഇഫ് ദ ഫംഗ്ഷൻ ഈസ് ഓഫ് ദ ഫോം 0/0, ∞/∞, അങ്ങനത്തെ കുറച്ച് ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് ഉണ്ട്. കാരണം 1 to the power ∞, അതേപോലെ ∞/∞, അങ്ങനത്തെ കുറെ ഫോംസ് ആണെങ്കിൽ നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ യൂസ് ചെയ്യാം. അവിടെ എന്താണ് എൽ ഹോസ്പിറ്റൽ റൂൾ പറയുന്നത് വെച്ചാൽ ലിമിറ്റ് x tends to c f of x g of x ആ ഏതെങ്കിലും ഫോം ആവുകയാണെങ്കിൽ then we can take the derivative of both the എന്താണ് ഡിനോമിനേറ്റർ ആസ് വെൽ ആസ് ദി ന്യൂമറേറ്റർ. അതാണ് എന്ത് എൽ ഹോസ്പിറ്റൽ റൂൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ അത് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, സോ വി ക്യാൻ റൈറ്റ് എന്താണ് അപ്ലൈയിങ്
L'Hopital's rule. നമുക്ക് എന്താ കിട്ടുക? അവിടെ നമുക്ക് എന്താണ്, നമ്മുടെ ഡിനോമിനേറ്ററും ആസ് വെൽ ആസ് ന്യൂമറേറ്ററും നമ്മൾ എന്താണ് ഡെറിവേറ്റീവ് എടുക്കണം. സോ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞില്ല കേട്ടോ, ലിമിറ്റ് അപ്പോൾ അവിടെ തന്നെ വേണം. ഓക്കെ, ദെൻ ഞാൻ 0 പ്ലസ് ഇട്ടില്ല, 0 ഇട്ടാൽ മതി ഞാൻ പറഞ്ഞല്ലോ. ഇനി എന്താണ് ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് എന്ന് വരും. ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് എന്താണ് 1/2 റൂട്ട് എക്സ് എന്ന് വരും, ഡിവൈഡഡ് ബൈ ന്യൂമറേറ്ററിലോ, ന്യൂമറേറ്റർ എന്താ 1 ഡി ബൈ ഡി എക്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 0. അപ്പൊ 0 മൈനസ് എന്ത് വരും, 0 മൈനസ് ഇ ടു ദ പവർ 2 റൂട്ട് എക്സ്. പിന്നെന്താണ് 2 റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. 2 റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, 2 ഇൻറ്റു അല്ലെ ഇൻറ്റു 2 ഇൻറ്റു 2 റൂട്ട് എക്സ് എന്ന് വരും. ശരിയല്ലേ? കാരണം 2 എന്ന് പറഞ്ഞാൽ 2 റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്, പിന്നെ ആ 2 കൂടി അവിടെ വരും. അപ്പൊ 2 ഇൻറ്റു 2 റൂട്ട് എക്സ് എന്ന് വരും. സോ ഈ 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്യാൻ പറ്റും. ആൻഡ് സിമിലർലി ഈ റൂട്ട് എക്സും ക്യാൻസൽ ചെയ്യാൻ പറ്റും. ശരിയല്ലേ? അപ്പം എന്താണ് കാരണം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യണ്ട, നമുക്ക് നേരെ അത് എഴുതാം. സോ ലിമിറ്റ് x to the power 0 1/2 root x divided by 0 minus ഈ വാല്യൂ മൈനസ് ഉണ്ട് അവിടെ. അപ്പൊ മൈനസ് എന്താണ് 2 e to the power 2 root x by 2 root x എന്ന് വരും. സോ ഇതും ക്യാൻസൽ ചെയ്യാം. സോ വാട്ട് വിൽ ഹാപ്പൻ, ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് x to the power x tends to 0 ഇത് വരും മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഇ ടു ദ പവർ 2 റൂട്ട് എക്സ് എന്ന് വരും. ഇനി നമുക്ക് എന്താണ്, നമുക്ക് ഈ എക്സ് ഇസ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വാട്ട് വിൽ ഹാപ്പൻ, ദിസ് വിൽ ഹാപ്പൻ 1 മൈനസ് 1/2 ഇൻറ്റു ഇ ടു ദ പവർ 0 എന്ന് വരും. ഇ ടു ദ പവർ 0 എന്താണ് 1 ആണ്. സോ മൈനസ് 1/2 എന്ന് വരും. ആൻഡ് ദ ആൻസർ ഇസ് ദ വാല്യൂ ഓഫ് ദ ഫോളോയിങ് ലിമിറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്താണ് 1/2 അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 0.5 എന്ന് ആൻസർ എഴുതാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ഡെസിമലിൽ എഴുതിയത്. ഓക്കെ, 1/2 എഴുതാതെ ഫ്രാക്ഷനിൽ എഴുതുന്നത് ഡെസിമലിൽ എഴുതുക. അപ്പൊ മൈനസ് 0.5 ആണ് ഇതിന്റെ ആൻസർ കിട്ടുക. ഓക്കെ, സോ ലെറ്റ്സ് റൈറ്റ് ഇറ്റ് ആസ് മൈനസ് 0.5 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എന്താണ് L'Hopital റൂൾ വെച്ചും കണ്ടാണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പം ഇതെന്താണ് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ആയിരുന്നു, ആൻഡ് നമ്മൾ അത് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ദാറ്റ് ഈസ് കൺസിഡർ ദ ഫംഗ്ഷൻ ഇ ടു ദ പവർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് സൈൻ എക്സ് ആൻഡ് സ്ക്വയർ റൂട്ട് ഓഫ് x ക്യൂബ് പ്ലസ് 1. നമുക്ക് ഇങ്ങനെ 3 ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. ആൻഡ് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ വിച്ച് ഓഫ് ദി അബവ് ഫംഗ്ഷൻസ് ഈസ് ഓർ ആർ ഇൻക്രീസിങ് എവരിവെയർ ഇൻ 0,1. അപ്പം എന്താണ് ക്ലോസ് ബ്രാക്കറ്റ് 0,1 ഇതിൽ ഏതൊക്കെയാണ് ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പം അതിൽ ഓപ്ഷൻസ് ആയിട്ട് ഓപ്ഷൻ എ 1 and 3 only, ഓപ്ഷൻ ബി 2 and 3 only, ഓപ്ഷൻ സി എന്താ 3 only, ആൻഡ് ഓപ്ഷൻ ഡി 2 only. അപ്പം എന്താണ് നമുക്ക് എന്താണ് ഈ 3 ഫംഗ്ഷൻസ് ഡിക്രീസിങ് ആണോ ഇൻക്രീസിങ് ആണോ നോക്കണം. അപ്പൊ ഡിക്രീസിങ് ആണോ ഇൻക്രീസിങ് ആണോ എങ്ങനെ നോക്കുക, നമ്മൾ ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്തിട്ട് ഇഫ് ദ ഡെറിവേറ്റീവ് f dash of x is greater than 0, the function will be increasing, and if f dash of x is less than 0, the function will be decreasing. അപ്പൊ നമുക്ക് ഓരോ ഫംഗ്ഷനും നോക്കി നോക്കാം. ഓക്കെ, so the first function was f, let's call it as f1 of x. So that was then e to the power x. അതിന്റെ എന്താണ് ഡെറിവേറ്റീവ് വരിക f1 dash of x എന്ന് വരുന്നത്, ഡെറിവേറ്റീവ് ഓഫ് f1 of x എന്ന് വരുന്നത് എന്ത് വരും, ബേസിക്കലി മൈനസ് ഇൻറ്റു ഇ ടു ദ പവർ മൈനസ് എക്സ് എന്ന് വരും. ശരിയല്ലേ? നെഗറ്റീവ് അല്ലേ, കാരണം മൈനസ് അവിടെ ഇ ടു ദ പവർ മൈനസ് എക്സ് ആണ്. അപ്പൊ ആ മൈനസ് പുറത്തോട്ട് വരും. സോ ഇതെന്താ, ദിസ് വിൽ ബി ലെസ് ദാൻ 0. ശരിയല്ലേ? ദിസ് വിൽ ബി ലെസ് ദാൻ 0. സോ ദിസ് ഈസ് ഡിക്രീസിങ്. ഈ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. അപ്പൊ ഈ ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യണ്ട. ഈ നെക്സ്റ്റ് എന്താണ് f2 of x എന്തായിരുന്നു, എക്സ് സ്ക്വയർ മൈനസ് സൈൻ എക്സ് ആണ്. ഓക്കെ, എക്സ് സ്ക്വയർ മൈനസ് സൈൻ എക്സ്. ഇനി എന്താണ് f2 dash of x, അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്ത് വരും, ഇറ്റ് ഈസ് ഈക്വൽ ടു 2x
പ്ലസ് അല്ല മൈനസ് കോസ് എക്സ് എന്ന് വരും. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എന്താണ് കറക്റ്റ് വാല്യൂ ഇല്ല. അപ്പൊ എന്താണ് നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഈ 0 to 1 ഏതെങ്കിലും ഒരു പോയിന്റ് എന്താണ് ഇവിടെ കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് പറയാൻ പറ്റും 0 to 1 എന്താണ് ക്ലോസ് ബ്രാക്കറ്റ് ആണ്. അപ്പൊ നമുക്ക് എക്സും 0 ഒക്കെ 1 0 ഒക്കെ ഇതാക്കാം. അപ്പം അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ത് വരും f2 dash of 0 എന്ന് പറയുന്നത് എന്ത് 0 മൈനസ് കോസ് 0 ആണ്. സോ 0 മൈനസ് 1 which is equal to minus 1. Minus 1 എന്താണ് ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ദിസ് ഈസ് ഓൾസോ ഡിക്രീസിങ്. ആ ഫംഗ്ഷനും എന്താണ് ഡിക്രീസിങ് ആണ്. ഓക്കെ, ഇനി എന്താണ് തേർഡ് ഫംഗ്ഷൻ നോക്കാം. സോ f3 of x എന്തായിരുന്നു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് 1. ഓക്കെ, അപ്പൊ ഇതിന്റെ എന്തായിരിക്കും ആദ്യം എക്സ് ക്യൂബ് പ്ലസിന്റെ ഡെറിവേറ്റീവ് കാണും. അപ്പം അതായിരിക്കും 2 into എക്സ് ക്യൂബ് പ്ലസ് 1. പിന്നെ എക്സ് ക്യൂബ് പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് എക്സ് ക്യൂബ് പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും 3x സ്ക്വയർ. അപ്പം 3x സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 into എക്സ് ക്യൂബ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് 1 എന്ന് വരും. ഇവിടെ എന്ത് നോക്കണ്ടേ ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0 അല്ലെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് ഉറപ്പാണ് നമുക്ക്. കാരണം എക്സ് 0 to 1 നിങ്ങളുടെ അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് 3x സ്ക്വയർ വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. 3x സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ആൻഡ് എന്താണ് എക്സ് ക്യൂബ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് 1ഉം എന്താണ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. കാരണം എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയാലും എന്താണ് സ്ക്വയർ റൂട്ടിന്റെ ഉള്ളത് എന്താണ് വാല്യൂ ചെറിയ വാല്യൂ ആണെങ്കിൽ എന്താണ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പൊ അതായത് രണ്ടും പോസിറ്റീവ് ആയാല് ന്യൂമറേറ്ററും പോസിറ്റീവ് ആണ് ഡിനോമിനേറ്ററും പോസിറ്റീവ് ആണ്. അപ്പൊ എന്താണ് ഈ ഫംഗ്ഷൻ എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും ഹെൻസ് f3 of x. Let's consider f3 of x is increasing everywhere in 0, 1 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് ഏത് ഇതാണ് ഓപ്ഷൻ ആണ് ഓപ്ഷൻ സി ആണ് വിച്ച് ഇസ് 3 ഓൺലി. നമുക്ക് 3 ഓൺലി മാത്രമാണ് കിട്ടിയത്. സോ ഓപ്ഷൻ സി വിച്ച് ഇസ് 3 ഓൺലി അതായിരിക്കും എന്ത് ആൻസർ കിട്ടുക. ക്ലിയർ അല്ലേ? അപ്പോ എന്താണ് നമ്മള് പറഞ്ഞു തിയറി യൂസ് ചെയ്ത് എന്താണ് if f dash of x is less than 0 it will be decreasing, if f dash of x is greater than 0 it will be the function will be increasing. ആ ഒരു പോയിന്റ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. ഓക്കെ, so let's move on to the next question. Question is the value of integral 0 to pi by 4 x cos of x square dx correct to 3 decimal places assuming pi is equal to 3.14 is. അപ്പോൾ നമ്മൾ എന്താണ് നമുക്ക് ആ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് ആൻഡ് അപ് ടു 3 decimal places. അപ്പോൾ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു ആൻഡ് 1 മാർക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ നിങ്ങൾ രണ്ട് ഫംഗ്ഷൻ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ചിലപ്പോൾ മൈൻഡ് കേട്ടാ പോവാ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് കാണും. പക്ഷെ ഇവിടെ എന്താണ് ഇവിടെ ഒരു എക്സ് ഉണ്ട് ആൻഡ് എക്സ് കോസിന്റെ ഉള്ളിലത്തെ ആംഗിളിന്റെ എന്താണ് എക്സ് സ്ക്വയർ ആണ്. ഇവിടെ നമുക്ക് എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യണം നല്ലത്. കാരണം എന്താണ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ എന്ന 2x ആണ്. അപ്പൊ ആ ഒരു കാര്യം വെച്ചുകൊണ്ട് നമ്മൾ എന്താണ് ഇത് കണ്ടുപിടിക്കുക ചെയ്യാം. ഓക്കെ, അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയാണ് ലെറ്റ് u is equal to x square, then എന്താ du എന്തായിരിക്കും du is equal to 2x dx ആയിരിക്കും. that gives the x dx എന്ന് പറയുന്നത് du by 2 എന്നാവും. ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്താണ് x dx is equal to du by 2 എന്ന് വരും. ഇനി ഇതൊരു ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. ഓക്കെ, ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആവുമ്പോൾ എന്താണ് ലിമിറ്റ്സും ചേഞ്ച് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ലിമിറ്റ്സിനും ചേഞ്ച് വാല്യൂസ് മാറും. അപ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്യണം. സോ ദാറ്റ് ഈസ് വെൻ x is equal to 0 u എന്ത് വരും u is also equal to 0. when x is equal to pi by 4 ആവുമ്പോൾ അപ്പർ ലിമിറ്റ് ആവുമ്പോൾ എന്താ u is equal to pi square by 16 എന്ന് വരും. ഓക്കെ, pi square by 16 എന്ന് വരും. അപ്പോൾ അതും നമ്മൾ എന്താണ് ചേഞ്ച് ചെയ്യണം സബ്സ്റ്റിറ്റ്യൂഷനിൽ. അപ്പോൾ നമുക്ക് എന്താണ് നമുക്ക് എഴുതാൻ പറ്റും ഇന്റഗ്രൽ 0 to pi by 4 എന്താ നമ്മൾ ഇന്റഗ്രല് x cos of x square dx is equal to നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും 0 to pi square by 16 x dx എന്ന് പറയുന്നത് du by 2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതാൻ പറ്റും cos of u by 2 du അല്ലെങ്കിൽ cos u into du by 2 എന്ന് വരും which is equal to half into അല്ലെങ്കിൽ 1/2 എന്ന് പുറത്തോട്ട് എടുത്തു ആൻഡ്
integral 0 to pi square by 16 ഇത് വരും cos u du എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് അത് ഡിറ്റർമൈൻ ചെയ്യാം. കോസ് ഇന്റഗ്രൽ ഓഫ് കോസ് എന്താണ് സൈൻ ആണല്ലേ, ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് പറഞ്ഞാൽ സൈൻ ആണ്. സോ ദാറ്റ് വിൽ ബിക്കം ഹാഫ് ഇൻറ്റു സൈൻ യു ഇൻറ്റു 0 to pi square by 16. ഇനി എന്താണ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അതിലേക്ക് കൊടുക്കുക. സോ ഹാഫ് ഇൻറ്റു സൈൻ pi square by 16 മൈനസ് സൈൻ 0 ആണ്. സൈൻ 0 എന്താണ് 0 ആണ്. സോ അത് പോകും. സോ ദ ആൻസർ വിൽ ബി ഹാഫ് ഇൻറ്റു സൈൻ ഓഫ് പൈ സ്ക്വയർ ബൈ 16. സോ ഇവിടെ നമ്മൾ പറഞ്ഞത് പൈ ഈസ് ഈക്വൽ ടു 3.14 എന്ന് കൊടുക്കണം, എന്നാലും നമുക്ക് ഇതിൽ കിട്ടുള്ളൂ, കാരണം ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സോ ഹാഫ് ഇൻറ്റു നമുക്ക് എന്ത് വരിക സൈൻ ഓഫ് 3.14 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 16 എന്ന് വരും. ഇത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത് വെച്ചാൽ നിങ്ങൾക്ക് വെർച്വൽ കാൽക്കുലേറ്റർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സൈൻ ഓഫ് 0.616225 എന്നാണ് കിട്ടുക. ഓക്കെ, ഇത് നിങ്ങൾ വാല്യൂറ്റ് ചെയ്യുമ്പോഴോ സൈൻ ഓഫ് 0.616225. ഞാൻ ഇതിൽ എല്ലാ വാല്യൂ എടുക്കുന്നത് എന്തുകൊണ്ടാണ്, നമുക്ക് ലാസ്റ്റ് റൗണ്ട് ഓഫ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ റൗണ്ട് ഓഫിന് തെറ്റാതെക്കാനാണ്, റൗണ്ടിങ് ഓഫ് തെറ്റാതെക്കാൻ ആണ് ഇത് ചെയ്യുന്നത്. അപ്പം അത് കിട്ടുക ഹാഫ് ഇൻറ്റു 0.57795 എന്നായിരിക്കും, വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് 0.2889. ഓക്കെ, നമ്മളോട് ഇവിടെ എന്താ പറഞ്ഞത്, അപ് ടു 3 decimal places, up to 3 decimal rounding off up to 3 decimal places. So the answer will be എന്താണ് 0.289. ഓക്കെ, ഇപ്പൊ 288 എഴുതി വെച്ചാൽ എന്താണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടോ? ഇല്ല, മാർക്ക് പോകും. സോ എന്താണ് നമ്മൾ ജസ്റ്റ് എഴുതാം 3 decimal places എന്നുള്ള കാര്യം ഞാൻ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് എന്ത് ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ കാണുമ്പോൾ ഇതൊരു ഇന്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് നിങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്താൽ കോസിന്റെ ഉള്ളിൽ എക്സ് സ്ക്വയർ ആയിട്ട് കുറച്ച് കോംപ്ലക്സ് ആയിരിക്കും. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇഫ് f of x is equal to r sin pi x by 2 plus s, f dash of 1 by 2 is root 2, and integral 0 to 1 f of x is equal to 2r by pi. Then എന്താണ് ചോദിക്കുന്നത്, the constants r and s are respectively. നമുക്ക് r ഉം s ഉം കണ്ടുപിടിക്കാൻ ചെയ്യുന്നത്. ഓക്കെ, and the options are 2 by pi and 16 by pi, 2 by pi and 0, 4 by pi and 0, and 4 by pi and 16 by pi. So നമുക്കത് കണ്ടുപിടിക്കാം. നമുക്ക് തന്നിരിക്കുന്നത് ഫംഗ്ഷൻ എന്താണ്, f of x is equal to r sin pi x by 2 plus s എന്നാണ്. ഓക്കെ, പിന്നെ നമുക്ക് തന്നിരിക്കണേ f dash of 1 by 2 എന്നുള്ളത് root 2 ആണ് തന്നിരിക്കണത്, ആൻഡ് തന്നതാണ് ഇന്റഗ്രൽ 0 to 1 f of x dx is equal to 2r by pi എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് നമുക്ക് ഫംഗ്ഷൻ തന്നിരിക്കണേ, അതിന്റെ ഡെറിവേറ്റീവിന്റെ അറ്റ് ദ പോയിന്റ് 1/2 ഒരു വാല്യൂ തന്നിരിക്കണം. അപ്പൊ നമുക്ക് എന്താണ് ആദ്യം ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ഓക്കെ, സോ f dash of x എന്ത് വരും, f dash of x is equal to നമുക്ക് നോക്കാം r sin pi by x by 2 പറഞ്ഞാല് എന്ത് വരും, r cos pi by x by 2 എന്ന് വരും. Then into d by dx of pi by x by 2. But d by dx of pi by x പറഞ്ഞാൽ pi by 2 into dx by dx. So into pi by 2 എന്ന് കൂടിയും വരും. Plus d by dx of s. s എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിട്ട് അത് 0 ആയി പ്ലസ് 0 എന്ന് വരും. അപ്പൊ ഇതെന്താ വരിക, the answer will be എന്താണ് r into cos pi by x by 2 into pi by 2 അങ്ങനെ തന്നെ എഴുതാം. ഇനി now എന്താണ് നമ്മളോട് പറഞ്ഞത്, now f dash of 1 by 2 is equal to root 2 എന്ന് എഴുതിക്കണം. അപ്പൊ f dash of 1 by 2 ഇവിടുന്ന് ഇതാക്കാൻ പറ്റില്ല, that gives എന്താണ് r cos, ഇനി x ന്റെ അവിടെ 1 by 2 കൊടുത്താൽ r cos pi by 4 എന്നാവും അല്ലെ, into r cos pi by 4 into pi by 2 is equal to root 2 എന്നാവും. And that gives r cos pi by 4 and cos 45. So that is equal to 1 by root 2 into
pi by 2 into root 2. ഇനി 2ഉം root 2 ഞാൻ ഇങ്ങോട്ട് വന്നു. അപ്പം root 2 into root 2 2 ആവും and 2 into 2 4 ആവും. So r therefore r can be written as 4 over pi, 4 by pi എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ r കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ അല്ലേ, s കണ്ടുപിടിക്കാണ്ട്. സോ s എങ്ങനെ കണ്ടുപിടിക്കും? s കണ്ടുപിടിക്കാൻ നമുക്ക് എന്താണ് ഒന്നുകൂടി ഉണ്ട്, എന്താണ് ഇന്റഗ്രൽ 0 to 1 f of x dx is equal to 2r by pi എന്ന് നിൽക്കുന്നത്. സോ നമുക്ക് എന്താണ് അത് വെച്ചിങ്ങാണ്ട് കണ്ടുപിടിക്കാം. ഓക്കെ, സോ now integral 0 to 1 f of x dx എന്തായിരിക്കും is equal to integral 0 to 1 f of x dx എന്താ നമുക്ക് പറഞ്ഞത് 2r by pi ആണ് അല്ലേ, 2r by pi. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് put r is equal to 4 by pi. പിന്നെ നമ്മൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. സോ ദാറ്റ് ഗിവ്സ് ഇന്റഗ്രൽ 0 to 1 എന്തായിരിക്കും 4 by pi, കാരണം അവിടെ ആറിൽ പൈ കൊടുക്കണം. സോ r cos ആണ് സൈൻ ആണ് സോറി മൈ മിസ്റ്റേക്ക്, r sin pi x by 2 പ്ലസ് അല്ലെങ്കിൽ dx പ്ലസ് ഇന്റഗ്രൽ 0 to x dx is equal to 2r by pi എന്ന് വരും. ശരിയല്ലേ? സോ നമുക്കിത് റിവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ 4 by pi പുറത്തെടുക്കാം ആൻഡ് ഇവിടെ എന്താ cos of pi x by 2 divided by pi by 2 എന്ന് കിട്ടും. ശരിയല്ലേ? ആൻഡ് ഇറ്റ് ഈസ് ഫ്രം 0 to 1 ആൻഡ് ഇവിടെയോ sx എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഓൾസോ ഫ്രം 0 to 1 which is equal to 2r by pi. So this will give us ഈ pi എന്താണ് ഇങ്ങോട്ട് പോകും, pi സ്ക്വയർ ആവും, ഈ 2 എന്ന് മേലോട്ട് പോകും. സോ 8 by pi എന്ന് വരും ആൻഡ് cos pi by 2 minus cos 0 എന്ന് എടുക്കും അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ. ആൻഡ് ഇവിടെയോ s into 1 minus 0 is equal to 2r by pi എന്ന് വരും. ഇനി ഇവിടെയോ cos pi by 2 0, cos 0 1, അപ്പം 0 minus 1 minus 1 എന്ന് വരും. ഓക്കെ, സോ that will give us minus 8 by pi square plus s into 1 by 0 s which is equal to എന്താണ് ആറിന്റെ അവിടെ എന്താ നമുക്ക് 4 by pi ഇട്ട് കൊടുക്കാം. സോ 2 into 4 by pi divided by pi 2 by pi അങ്ങനെ തന്നെയാണ്. സോ this is also equal to 8 pi by square അല്ലേ, 8 pi by square എന്ന് കിട്ടും. ഓ, ഇവിടെ മൈനസ് കോസ് ആണല്ലേ, ഇവിടെ മൈനസ് കോസ് ഉണ്ട്. സോ ഇവിടെ മൈനസ് വരും കേട്ടോ, മൈനസ് കോസ് ഉണ്ട്. സോ അവിടെ മൈനസ് കോസ് ഉണ്ടായിട്ട് ആ മൈനസ് വരും ആൻഡ് ഈ മൈനസും കൂടി കൂടിങ്ങാണ്ട് ഇവിടെ പ്ലസ് ആവും. ഓക്കെ, അത് നോട്ട് ചെയ്യണം, മറക്കരുത്. ഇന്റഗ്രൽ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മൈനസ് കോസ് എക്സ് ആണ്. സോ മൈനസ് കോസ് എക്സ് ഞാൻ മൈനസ് ആദ്യം പുറത്തെടുത്തു ആൻഡ് ഇവിടെ എന്താണ് നമുക്ക് കിട്ടുക, ദിസ് വിൽ ബി ഈക്വൽ ടു എന്താണ് -1. സോ -1 into -8 by pi square എന്ന് പറഞ്ഞാൽ 8 pi by square ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ എന്താ ഇതും ക്യാൻസൽ ആവും. therefore we can write s is equal to എന്ത് 0 എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ദിസ് വിൽ ബി ദി ആൻസർ ഫോർ s. അപ്പൊ നമുക്ക് r എന്താ കിട്ടിയത്, r is equal to 4 by pi ഉം s is equal to 0. അപ്പൊ നമുക്ക് അത് ഏത് ഓപ്ഷൻ ആണെന്ന് നോക്കാം. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ 4 by pi and 0, that is option C, right? ഓപ്ഷൻ C ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എന്താണ് നമുക്ക് കിട്ടിയ നമുക്ക് തന്ന കണ്ടീഷൻസ് വെച്ചിട്ടാണ് നമുക്ക് സിമ്പിൾ ആയി ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. Okay, let's move on to the next question. The value of the integral given below is integral integral 0 to pi x square cos x dx ആണ്. അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. ഓപ്ഷൻസ് ആർ -2 pi, pi, -pi, 2 pi. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ x square cos x dx. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുക ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. അപ്പൊ നമുക്ക് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ച് കണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി ഞാൻ എന്താണ് ഇന്റഗ്രേഷൻ ബൈ പാർട്സിന്റെ തിയറി ഒന്നും ഇതാക്കുന്നില്ല. നിങ്ങൾ അത് എന്താണ് മറ്റേ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ് നമുക്ക് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്, അതിന് ഞാൻ ക്ലിയർ ആക്കി ഇതാക്കിക്കണം. അപ്പോൾ ഐഡിയറ്റ് ഫോം യൂസ് ചെയ്യണം. ഐഡിയറ്റ് ഫോം ആകുമ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു ഇവിടെ algebraic ഫംഗ്ഷനും ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും. സോ algebraic function will take as the first function and trigonometric function will take as the second function. So നമുക്ക് ഇത് ചെയ്യാം. So integral 0 to pi x square into cos x dx എന്നായിരിക്കും. So
first function into integral of second function minus integral of derivative of first function into integral of second function എന്ന് വരും. അപ്പോൾ ഇവിടെ എന്താണ്, ഞാൻ വാല്യൂ അവസാനം കൊടുക്കുക. ഓക്കെ, നമുക്ക് ഡെഫിനറ്റ് ഇൻ്റഗ്രലിൽ അവസാനം വാല്യൂ കൊടുത്തുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാം. ഓക്കെ, സോ ടു like reduce the confusion. Okay, so this will be equal to എന്താണ് x square into ഇതൊരു sin x എന്ന് വരും മൈനസ് ഇൻ്റഗ്രൽ 2x എന്താണ് sin x dx എന്ന് വരും. ഇനി എന്താണ്, ഇവിടെ വീണ്ടും ഇന്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സും ഈ 2 പുറത്തോട്ട് എടുക്കാം ആൻഡ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് അവിടെ ചെയ്യേണ്ടത്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ sin x എന്ത് വരും മൈനസ് 2 പുറത്തോട്ട് എടുത്തുകൊണ്ട് എന്താണ് അവിടെ വീണ്ടും ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുക. അപ്പോൾ എന്ത് വരും എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് sin x dx മൈനസ് integral of d by dx of x into sin x dx whole dx എന്ന് വരും. ശരിയല്ലേ? അപ്പൊ എന്ത് വരും, ഇറ്റ് ഈസ് ഈക്വൽ ടു ഇത് എക്സ് സ്ക്വയർ ബൈ സൈൻ എക്സ് തന്നെ മൈനസ് 2 ഇൻറ്റു എന്ത് വരും എക്സ് ഓഫ് മൈനസ് കോസ് എക്സ് എന്ന് വരും മൈനസ് ഇവിടെ എന്താ ഇവിടെ ഇൻറ്റു 1 ഇൻറ്റു മൈനസ് കോസ് എക്സ് എന്ന് വരും. ഇങ്ങനെയല്ല കിട്ടുക? ശരിയാണ്. സോ നമുക്ക് ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ സൈൻ എക്സ് മൈനസ് 2 ഓഫ് മൈനസ് എക്സ് കോസ് എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് വരും. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് സ്ക്വയർ സൈൻ എക്സ് മൈനസ് 2x കോസ് എക്സ് മൈനസ് 2 കോസ് എക്സ് എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇന്റഗ്രലിന്റെ വാല്യൂ എടുക്കാം. സോ therefore we can write 0 to pi x square cos x dx. x square cos x dx is equal to എന്താണ് x square sin x by 2x cos x minus 2 cos x 0 to pi കൊടുക്കണം. സോ അത് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, ഫസ്റ്റ് നമുക്ക് ഓരോന്നിനും കൊടുക്കാം. സോ എന്ത് വരും പൈ സ്ക്വയർ മൈനസ് 0 ഇൻറ്റു അല്ലെങ്കിൽ അങ്ങനല്ല പൈ സ്ക്വയർ സൈൻ പൈ മൈനസ് പൈ 0 ഇൻറ്റു 0 നമ്മൾ 0 ആണ് വരിക, 0 വരും. ദെൻ മൈനസ് എന്തായിരിക്കും 2 പൈ കോസ് പൈ എന്ന് വരും മൈനസ് എന്താണ് 0 എന്ന് വരും മൈനസ് എന്താണ് 2 കോസ് പൈ മൈനസ് 2 കോസ് 0 എന്ന് വരും അല്ലേ, 2 കോസ് 0 എന്ന് വരും. ഓക്കെ, സോ ഇവിടെ ചെയ്യുമ്പോഴോ ഓക്കെ ഫസ്റ്റത്തെ എന്താ സൈൻ പൈ 0 ആണ്, അപ്പോൾ 0 മൈനസ് 0 വരും. ഇവിടെ മൈനസ് 2 പൈ ഇൻറ്റു കോസ് പൈ എന്ന് വരും. ആൻഡ് ഇവിടെ എന്താണ് 2 കോസ് പൈ പറഞ്ഞാൽ 1 0 0 മൈനസ് 0 0 മൈനസ് 1 വരും മൈനസ് 1 പ്ലസ് 1. സോ ഇവിടെ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുക എന്താണ്, ഓക്കെ ഇവിടെ എന്താണ് കൺഫ്യൂഷൻ ആണെന്ന് അറിയോ, ഇവിടെ എന്താണ് ഇവിടെ ഒരു കോസ് എക്സ് നമ്മൾ ഡി ബൈ ഡി എക്സ് ഓഫ് ഇവിടെ എന്താണ് ഇവിടെ ഇങ്ങനെയല്ല, ഇവിടെ കോസ് എക്സ് വന്നു. ഓക്കെ, പക്ഷെ പിന്നെ അതിൻ്റെ ഇൻ്റഗ്രലിലെ കോസ് എക്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ, സോ ദിസ് ഇസ് ടി എക്സ്. അവിടെ കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ പറയുമ്പോൾ എന്ത് വരും സൈൻ എക്സ് ആയിട്ട് വരും. ഓക്കെ, ഇവിടെ മൈനസ് കോസ് എക്സിൻ്റെത് എന്താണ് സൈൻ എക്സ് ആയിട്ട് വരും. സോ സൈൻ എക്സ് അപ്പം ഇവിടെ എന്ത് വരും ആൻസർ വിൽ ബി, നമുക്ക് ഒന്നും കൂടി ഒന്ന് ചേഞ്ച് ചെയ്യാം. സോ ഇവിടെ എന്താ വരിക മൈനസ് എക്സ് കോസ് എക്സ് ഇൻറ്റു എന്താണ് മൈനസ് സൈൻ എക്സ് എന്നാ വരിക. ഓക്കെ, അപ്പോൾ ഫൈനലി മൈനസ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് 2 സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് എന്ന് വരും.
ഓക്കെ പ്ലസ് 2 sin x എന്ന് വരും. ആൻഡ് അതെന്താണ്, അതിവിടെ കൊടുക്കുമ്പോഴോ മൈനസ് 2 sin x മൈനസ് എക്സ് കോസ് എക്സ് അങ്ങനെ തന്നെയാണ് വരിക. കറക്റ്റാണ്, ഒരു മാറ്റവും ഇല്ല. സോ ദിസ് വിൽ ബി ഇവിടെ sin x 0 to pi ആയിരിക്കും. സോ ഇവിടെ കറക്റ്റ് തന്നെയാണ്, ഇതിനൊരു മാറ്റുന്നില്ല. എന്താണ് ഇവിടെ പ്ലസ് sin pi മൈനസ് sin 0 എന്ന് വരും. ക്ലിയർ ആണ്. അപ്പൊ എന്താ ഇവിടെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. സോ ഇവിടെ എന്താണ്, ഇവിടെ നിങ്ങൾ ഇത് മറക്കരുത്, ഇവിടെ sin x എന്നത് പിന്നെ എന്താണ് ഇവിടെ ഡെറിവേറ്റീവ് വരുന്നുണ്ട്. ആ ഡെറിവേറ്റീവിന്റെ എന്താണ് ആൻസർ ആണ് ഇവിടെ എഴുതേണ്ടതെന്നുള്ളത്. ഓക്കെ, അത് മറക്കരുത്. സോ നമുക്ക് നേരെ അത് എഴുതാം, എന്നാ പിന്നെ ആ കൺഫ്യൂഷൻ മാറിക്കിട്ടും. സോ മൈനസ് cos x ഇൻറ്റു sin x ആണ്. ശരിയാണ്, ഒന്നും മാറ്റുന്നില്ല. ഇവിടെ പ്ലസ് വന്നാലും ഇവിടെ പ്ലസ് ആണ് വരിക, ആൻഡ് ഇവിടെ മൈനസ് ആണ് വരിക, ദെൻ ഇവിടെ മൈനസ് ആയിരിക്കും. ബട്ട് അവിടെ മൈനസും പ്ലസും ആയാലും എന്താണ് ആൻസറിൽ മാറ്റൊന്നുണ്ടാവില്ല. സോ 0 to pi കൊടുത്തു. ആൻഡ് ഇവിടെയോ, ഇവിടെ ഇത് 0 - 0 വരും, ഇതും 0 - 0 വരും. ഇവിടെ എന്താണ് 2π ഇൻറ്റു cos pi എന്താ -1 ആണ്. സോ -2π × 0 ആണ് -2π. സോ ദി ആൻസർ വിൽ ബി സിംപ്ലി ഇറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് പറയാൻ പറ്റും ആൻസർ വിൽ ബി ഈക്വൽ ടു -2π എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ? നമ്മളെന്താണ് നമ്മളൊരു ചെറിയൊരു ഡിഫറൻസ് ഇതുണ്ട് എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് നമ്മൾ ഇത്ര കുറച്ച് ടൈം വേസ്റ്റ് ആയത്. ഓക്കെ, സോ അത് നമ്മൾ ക്ലിയർ ആക്കി നോക്കിയാൽ കിട്ടേണ്ടത്. അപ്പൊ അങ്ങനത്തെ സില്ലി മിസ്റ്റേക്സ് ഒന്നും നിങ്ങളും ചെയ്യരുത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ജസ്റ്റ് നമ്മൾ ഡിഫറൻസിയേഷൻ അതാണ് സോറി ഇന്റഗ്രേഷൻ നമ്മൾ എന്താണ് ബൈ പാർട്സ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താണ് ഡബിൾ ടൈം 2 ടൈം ചെയ്യണം, എന്നാലേ നമുക്ക് എന്താണ് കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. അപ്പൊ അതാണ് ഇവിടെ ചെയ്തത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ഇന്റഗ്രേഷൻ ഓഫ് ln of x with x നമുക്ക് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പം ഇന്റഗ്രൽ ln of x dx ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ ഇന്റഗ്രൽ ഓഫ് MCQ ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് പറയാൻ പറ്റും ഇന്റഗ്രൽ ഓഫ് ln x dx. ഇന്റഗ്രൽ ln x എന്താണ് ഡയറക്റ്റ് ഇക്വേഷൻ അല്ല. അപ്പൊ നമ്മൾ എന്താണ് ഇതിനെ 2 ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യണം അല്ലെ. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യാനാണ് 2 ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യണം. സോ ln x into 1 dx. അപ്പം ഇവിടെ ln x ഒരു ഫംഗ്ഷനും 1 ഒരു വേറെ ഫംഗ്ഷൻ ആയിട്ട് എടുക്കുന്നത്. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഒരു ഫംഗ്ഷൻ തന്നെയല്ലേ. അപ്പൊ എന്താ ഇവിടെ എന്താണ് ഹൈലൈറ്റ് ഫോം വെച്ച് കഴിയുമ്പോൾ ln x ഫസ്റ്റ് ഫംഗ്ഷൻ ആവും, എന്താണ് 1 സെക്കൻഡ് ഫംഗ്ഷൻ ആവും. സോ ദാറ്റ് വിൽ ബി ബൈ ഇന്റഗ്രേറ്റ് ബൈ പാർട്സ് ചെയ്യുമ്പോൾ എന്ത് നമുക്ക് കിട്ടും ln x into 1 dx മൈനസ് എന്ത് വരും ഇന്റഗ്രൽ ഓഫ് d by dx ഓഫ് ln x into 1 dx whole dx എന്ന് വരും. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക ln x into x എന്ന് കിട്ടും. ഓക്കെ, l equal to ln x into x എന്ന് കിട്ടും മൈനസ് ഇന്റഗ്രൽ ഓഫ് 1 by x into x എന്ന് കിട്ടും dx. So this will get cancelled. So this will be ln x into x minus integral 1 dx. അപ്പോൾ നമുക്ക് എന്താ ഫൈനൽ ആൻസർ കിട്ടുക x into ln x മൈനസ് എന്ത് വരും x plus c എന്ന് വരും. ഇതൊരു ഡെഫിനിറ്റ് ഇന്റഗ്രൽ അല്ല, ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. സോ ദി ആൻസർ വിൽ ഹാവ് എ കോൺസ്റ്റന്റ്. സോ അതാണ് മാച്ച് ചെയ്യുന്നത്. ഓപ്ഷൻ എ ഈസ് മാച്ചിങ്. x ln x മൈനസ് x പ്ലസ് കോൺസ്റ്റന്റ് എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ ഇപ്പം ഇന്റഗ്രേഷൻ ബൈ പാർട്സ് 2-3 ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് കൂടിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് കൺസിഡർ എ വെലോസിറ്റി വെക്ടർ b in x, y, z coordinates given below. Pick one or more correct statements from the choice given below. So v നമുക്ക് തന്നിരിക്കുന്നത് v is equal to u x cap plus v y cap. അപ്പം എന്താണ് x കമ്പോണന്റ് z കമ്പോണന്റ് ഇല്ല, ഒരു വെലോസിറ്റി വെക്ടർ ആണുള്ളത്, z കമ്പോണന്റ് ഇല്ല. അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? z component of curl of velocity തന്നിരിക്കുന്നത് which is del cross v is equal to dou v by dou x minus dou u by dou y of z cap ആണ്. and z component of curl of velocity അല്ലെങ്കിൽ സെക്കൻഡ് ആയിട്ട് del cross v is equal to dou u by dou x minus dou v by dou y into z cap. and divergence of velocity del dot v is equal to dou u by dou x plus dou v by dou y. അല്ലെങ്കിൽ divergence of velocity ആണ് del dot v is equal to du by dy plus dv by dou u by dou y plus dou v by dou x. അപ്പോൾ
നമുക്കിവിടെ ഡൈവേർജൻസും കേളും കണ്ടുപിടിക്കണം, അത്രേ ഉള്ളൂ. വെലോസിറ്റി വെക്ടറും ഡൈവേർജൻസും കേളും കണ്ടുപിടിക്കണം. ഇവിടെ ഈ എക്സ് ക്യാപ്പും വൈ ക്യാപ്പും എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ വെക്ടർ എക്സും വെക്ടർ വൈ എന്താണ് എക്സ് ക്യാപ്പ് കമ്പോണന്റും വൈ കമ്പോണന്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് എക്സ് ക്യാപ്പ് ആയിട്ട് എഴുതിയാലും കുഴപ്പമില്ല, എക്സ് ക്യാപ്പും വൈ ക്യാപ്പ് ആയിട്ട് എഴുതിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഐ ക്യാപ്പും ജെ ക്യാപ്പ് ആയിട്ട് എഴുതിയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ ആ ഒരു രീതിയിൽ എഴുതാം. ഓക്കെ, സോ നമുക്ക് എഴുതാം ഹിയർ വി ഈസ് ഈക്വൽ ടു എന്താ യു ഇൻറ്റു വെക്ടർ വി ഈസ് ഈക്വൽ ടു യു എക്സ് ക്യാപ്പ് പ്ലസ് വി വൈ ക്യാപ്പ് എന്നാണ് ഞാൻ എഴുതുന്നത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് എന്താണ് കേള് കണ്ടിരിക്കാം. അപ്പോൾ കേൾ ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാല് എന്താണ് ഡെൽ ക്രോസ് വി അല്ലെ, ഡെൽ ക്രോസ് വി. സോ ഡെൽ ക്രോസ് വി എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഡെൽ എന്താണ്, ഡെൽ എന്ന് പറഞ്ഞത് ഗ്രേഡിയന്റ്. സോ ഡോ എക്സ് ബൈ ഡോ എക്സ് എക്സ് ക്യാപ്പ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ക്യാപ്പ് പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് സെഡ് ക്യാപ്പ് എന്ന് വരും അല്ലെ. ക്രോസ് വി എന്താ പി ഈസ് ഈക്വൽ ടു യു എക്സ് ക്യാപ്പ് പ്ലസ് വി വൈ ക്യാപ്പ്. അപ്പൊ എന്താണ് നമ്മൾ എങ്ങനെയാണ് ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക, നമ്മൾ എന്താണ് ഡിറ്റർമിനന്റ് ഉള്ളിലിടും, ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാൽ മതി ഇത് ഡിറ്റർമിനന്റ് ഫോമിലാക്കിയിട്ട്. സോ എക്സ് ക്യാപ്പിന്റെ അണ്ടറിൽ എന്താണ് ഡോ ബൈ ഡോ എക്സ് യു, വൈ ക്യാപ്പിന്റെ അണ്ടറിൽ ഡോ ബൈ ഡോ വൈ വി, ആൻഡ് സെഡ് ക്യാപ്പിന്റെ അണ്ടറിലോ ഡോ ബൈ ഡോ സെഡ് ആൻഡ് സീറോ ആണ്, കാരണം സെഡ് കമ്പോണന്റ് ഇല്ല അല്ലെ, വെലോസിറ്റി വെക്ടറിൽ സെഡ് കമ്പോണന്റ് ഇല്ല. സോ വി നീഡ് ടു ഇവാലുവേറ്റ് ഡിറ്റർമിനന്റ്. സോ ഇവിടെ എന്ത് വരും എക്സ് കമ്പോണന്റിലെ 0 മൈനസ്, അപ്പം നമുക്ക് കിട്ടാം മൈനസ് ഡോ വി ബൈ ഡോ സെഡ് ഐ ക്യാപ്പ് എന്ന് കിട്ടും. പിന്നെ മൈനസ് ഓഫ് എന്താണ് മൈനസ് ഡോ യു ബൈ ഡോ സെഡ് ജെ ക്യാപ്പ് എന്ന് കിട്ടും അല്ലെ, കാരണം ഇത് 0 ദെൻ മൈനസ് ഡോ യു ബൈ ഡോ സെഡ് ജെ ക്യാപ്പ് എന്ന് കിട്ടും. പ്ലസ് എന്താണ് ഡോ വി ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഓഫ്, സോറി ഇവിടെ എക്സ് ക്യാപ്പും വൈ ക്യാപ്പും എടുക്കേണ്ടത്, എക്സ് ക്യാപ്പ് വൈ ക്യാപ്പ് ആൻഡ് സെഡ് ക്യാപ്പ്. അപ്പൊ നമ്മളോട് കേൾ എന്താ ചോദിച്ചത്, കേൾ ഓഫ് വെലോസിറ്റി ഓഫ് സെഡ് കമ്പോണന്റ് ആണ് ചോദിച്ചത്. അപ്പൊ സെഡ് കമ്പോണന്റ് പറയുമ്പോൾ എന്താണ് നമുക്ക് വേണ്ടത്, ഈ കമ്പോണന്റ് ആണ് വേണ്ടത്. അപ്പൊ സെഡ് കമ്പോണന്റ് ഇപ്പൊ എന്താണ് therefore നമുക്ക് എഴുതാൻ പറ്റും therefore z component is equal to എന്താ ഡോ വി ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ എന്നായിരിക്കും. ഓക്കെ, ഡോ വി ബൈ ഡോ എക്സ്, സോറി മൈനസ് ആണ് ഇവിടെ വരിക. ഓക്കെ, ഇൻറ്റു സെഡ് ക്യാപ്പ്, അതായിരിക്കും എന്ത് കേൾ ഓഫ് വെലോസിറ്റി. അതെവിടെ നിന്നോട്ടെ. ഓക്കെ, കേൾ ഓഫ് വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്താ ഡൈവേർജൻസ് കണ്ടുപിടിക്കാം. അപ്പൊ ഡൈവേർജൻസ് ഇസ് ഈക്വൽ ടു ഡൈവേർജൻസ് ഡെൽ ഡോട്ട് വി എന്ന് പറയുന്നത് എന്ത് വരും, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് ഡോ ബൈ ഡോ എക്സ് എക്സ് ക്യാപ്പ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ക്യാപ്പ് പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് സെഡ് ക്യാപ്പ് ഇൻറ്റു യു എക്സ് ക്യാപ്പ് പ്ലസ് വി വൈ ക്യാപ്പ് എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും ഡോ യു ബൈ ഡോ എക്സ് പ്ലസ്, therefore നമുക്ക് എഴുതാൻ പറ്റും എന്താണ് ഡൈവേർജൻസ് ഇസ് ഈക്വൽ ടു, നമുക്ക് എന്ത് കിട്ടും, ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം അല്ലേ, നമുക്ക് എക്സ് കമ്പോണന്റ് ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ വി വിൽ ഗെറ്റ് എന്താണ് ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ എന്ന് കിട്ടും. സോ ദാറ്റ് വിൽ ബി ദി ആൻസർ ഫോർ ദി ഡൈവേർജൻസ് ഓഫ് വെലോസിറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് കേൾ എന്താ കിട്ടിയത്, ഡോ വി ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ വൈ. അത് ഏതാണ് ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ ആണോ സെക്കൻഡ് ഇക്വേഷൻ ആണോ, ഫസ്റ്റ് ഇക്വേഷൻ ആണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ ആണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ ഇസ് കറന്റ് സെഡ് കമ്പോണന്റ് ഓഫ് കേൾ ഇസ് ദിസ് വൺ. നമുക്ക് അതാണ് കിട്ടിയത്. ഓക്കെ, അതാണ് കിട്ടിയത് ഡോ വി ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ വൈ ഓഫ് സെഡ് ക്യാപ്പ്. ദെൻ ഡൈവേർജൻസ് ഓഫ് വെലോസിറ്റി നമുക്ക് എന്ത് കിട്ടിയത്, ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ ആണ്, വിച്ച് ഇസ് ദ
third option. So എയും സിയും എന്താണ് ഇവിടെ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആണ്, എയും സിയും കറക്റ്റും ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ വെലോസിറ്റി കേൾ നമുക്ക് കണ്ടുപിടിച്ച് എന്താണ് ഇതിന്റെ ആൻസർ കിട്ടുന്നതായിരിക്കും. Then next question, let's move on to the next question, that is the smallest positive root of the equation x to the power 5 minus 5x to the power 4 minus 10x cube plus 5x 50x square minus plus 9x minus 45 is equal to 0 lies in the range for option A 6 less than or equal to greater x greater than or equal, less than or equal to 8, then option B 10 less than or equal to x less than or equal to 100, then option C 2 less than or equal to x less than or equal to 4, and option D 0 less than or equal to x less than or equal to 2. അപ്പോൾ നമ്മുടെ സ്മോളസ്റ്റ് പോസിറ്റീവ് റൂട്ട് ഓഫ് ദി ഇക്വേഷൻ ആണ്. അപ്പോൾ നമ്മൾ എന്താണ് ഓപ്ഷൻ ഡി വെച്ചാണ് നമ്മൾ തുടങ്ങുക. കാരണം നമുക്ക് എന്താണ് സ്മോളസ്റ്റ് പോസിറ്റീവ് റൂട്ട് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 100ത്തെ ഫസ്റ്റ് കണ്ടുപിടിച്ചിട്ട് കാര്യമില്ലല്ലോ. കാരണം എന്താ ചിലപ്പോൾ 100ൽ ഉണ്ടാവുകയാണെങ്കിലും എന്താണ് അതിന് താഴത്തേക്കില്ല ഓപ്ഷൻസ് നമുക്ക് തന്നിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഇതാക്കാം. അപ്പോൾ സ്മോളസ്റ്റ് പോസിബിൾ റൂട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ തന്നിരിക്കുന്നത് എന്താണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x to the power 5 minus 5 into x to the power 4 minus 10x cube plus 50x square plus 9x minus 45 എന്നാണ് അല്ലേ? ഓക്കെ, സോ ഇത് ഈക്വൽ ടു 0 ആവുന്ന സമയത്താണ് നമുക്ക് നമുക്ക് സ്മോളസ്റ്റ് പോസിറ്റീവ് റൂട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്താണ് ഫസ്റ്റ് എഫ് ഓഫ് 0 കണ്ടെടുക്കാം. അപ്പോൾ എഫ് ഓഫ് 0 എന്ത് വരും? മൈനസ് 45 എന്ന് വരും, വിച്ച് ഇസ് ലെസ് ദാൻ 0. അത് അവിടെ നോട്ടെ. ദെൻ എഫ് ഓഫ് 2 നമുക്ക് കണ്ടെടുക്കാം. അപ്പോൾ എഫ് ഓഫ് 2 നമുക്ക് എന്ത് കിട്ടും? 2 to the power 5 മൈനസ് 5 into 2 to the power 4, കാരണം 5x to the power 4 ആണ്, മൈനസ് 10 into 2 to the power 3 പ്ലസ് 50 into 2 to the power 2 പ്ലസ് 9 into 2 മൈനസ് 45 എന്ന് വരും. സോ ഇത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കിട്ടുക 45 ആണ്. ഓക്കെ, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന തിയറം എന്ന് വെച്ചാൽ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം. ഓക്കെ, ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം, IVT തിയറം എന്നുള്ളതാണ്. അപ്പം അതിലെന്താ പറയുന്നത് വെച്ചാൽ ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ബ്രാക്കറ്റ് a, b. Okay, if f of x is continuous on close bracket a, നിങ്ങൾക്ക് അറിയുന്ന തിയറി ആയിരിക്കും, പക്ഷെ എന്നാലും ഞാൻ ജസ്റ്റ് എഴുതാണ്. ആൻഡ് f of a and f of b are of opposite sign, then there exists at least one point C in close bracket a comma b such that f dash of c is equal to 0. Okay, that is, so there is at least one root lying between എന്താണ് ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, എന്താ ഉദ്ദേശിച്ചത്? ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് ആണ് എ ആൻഡ് ബി ആയിട്ട് എടുക്കുന്നത് എന്താണ്? 0 and 2 ആണ്. പോളിനോമിയൽ ഫംഗ്ഷൻ ആകുമ്പോൾ കണ്ടിന്യൂസ് ആയി വരണം. അപ്പോൾ 0 കണ്ടിന്യൂസ് ആയിരിക്കും, 2 കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി നമ്മൾ എന്താണ് എഫ് ഓഫ് ബിയും കണ്ടുപിടിച്ചപ്പോൾ, ദാറ്റ് ഈസ് എഫ് ഓഫ് 0 എഫ് ഓഫ് 2 കണ്ടുപിടിച്ചപ്പോൾ എന്താണ്, ഒന്ന് നെഗറ്റീവും കിട്ടി, ഒന്ന് പോസിറ്റീവും കിട്ടി, ഓപ്പോസിറ്റ് സൈൻ കിട്ടി. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അതിന്റെ രണ്ട് 0നും 2നും ഇടയിൽ എന്താണ്, അറ്റ്ലീസ്റ്റ് there will be one root, one point in which f dash of c is equal to 0. Okay, f dash of c അല്ല, f of c is equal to 0. f of c is equal to 0. So അപ്പൊ എന്താണ്, അറ്റ്ലീസ്റ്റ് one root is lying between എന്ത് 0,2 എന്ന് പറയാം. ഓക്കെ, 0,2ന്റെ ഇടയിൽ one root ലൈ ചെയ്യുന്നുണ്ടെന്ന് പറയാം. the answer will be എന്താണ്, ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ? അപ്പം അങ്ങനെയാണ് നമ്മളിത് കണ്ടിരിക്കുന്നത്. അപ്പം ഒരു വാല്യൂ, അപ്പം നമ്മൾ എന്താണ് ഫസ്റ്റ് തന്നെ സ്മോളസ്റ്റ് റൂട്ട് ചോദിച്ചുകൊണ്ട് നമ്മൾ എന്താണ് ലാസ്റ്റ് ഓപ്ഷനാണ് ചെയ്ത് നോക്കുന്നത്. ടൈം വേസ്റ്റ് ആക്കിയിട്ട് നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും സ്മോളസ്റ്റ് റൂട്ട് ചോദിക്കുമ്പോൾ ഫസ്റ്റ് സ്മോളസ്റ്റ് റൂട്ടിൽ നിന്ന് തുടങ്ങുക. അപ്പോൾ 0 to 2 ഇന്റർവെല്ലിന് തുടങ്ങാം. അപ്പോൾ 0ൽ നമുക്ക് എഫ് ഓഫ് 0ൽ നമുക്ക് നെഗറ്റീവ് വാല്യൂ, എഫ് ഓഫ് 2ൽ ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടിയുകൊണ്ട് രണ്ടും ഓപ്പോസിറ്റ് സൈൻ ആയിട്ട് എന്താണ്, we know that between these points there will be at least one root. Okay, അപ്പം അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. Okay, let's move on to the next question, that is the volume determined from
triple integral Vxyz dv for V is equal to 2,3 cross 1,2 cross 0,1 will be in integer. അപ്പോൾ integer ആണ്, എന്താണ് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, വോളിയം ഡിറ്റർമൈൻ ചെയ്യാനാണ്. ഓക്കെ, സോ വോളിയം is equal to triple integral V x8 xyz dv എന്ന് വരും. ഇനി നമ്മൾ എന്താണ് ഈ v is equal to 2,3 1,2 0,1 എന്താണ് ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ ആണ്. ട്രിപ്പിൾ ഇന്റഗ്രേഷൻ ആകുമ്പോൾ dx ഉണ്ട് dy ഉണ്ട് dz ഉണ്ട്. അപ്പൊ x ന്റെ ലിമിറ്റ്സും y ന്റെ ലിമിറ്റ്സും z ന്റെ ലിമിറ്റ്സും ആണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാൻ പറ്റും? we can write it as എന്താണ് is equal to integral എന്താണ് 0 to 1 integral 1 to 2 and integral 2 to 3. okay, 8 ഞാൻ പുറത്തേക്ക് എടുക്കാം, അല്ലെങ്കിൽ 8 ഇവിടെ നോട്ട് പോകും. 8xy എന്താണ് dv is equal to എന്ത് വരും? dv is equal to dx dy dz. ഞാൻ z ന്റെ ലിമിറ്റ്സ് പുറത്തെടുക്കാൻ കാരണം എന്താ? dz ആണ് നമ്മൾ എന്ത് ആദ്യം അവസാനം എഴുതിയത്. അപ്പൊ dz ന്റെ ലിമിറ്റ് ഇത്, dy ന്റെ ലിമിറ്റ് ഇത്, dz ന്റെ ലിമിറ്റ്. അപ്പം ഇന്റഗ്രേഷൻ ട്രിപ്പിൾ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ആ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ നമ്മൾ ഇതാക്കണം, അല്ലെങ്കിൽ എന്താണ് കൺഫ്യൂഷൻ ആവും. ഇവിടെ ട്രിപ്പിൾ ഇന്റഗ്രേഷൻ എന്താണ് പ്രോഡക്റ്റ് മാത്രമേ, അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. സോ 8 പുറത്തോട്ട് എടുക്കാം, പിന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് വുഡ് ബി ഇന്റഗ്രൽ 0 to 1 z ds, പിന്നെ ഇന്റഗ്രൽ 1 to 2 y dz ഇൻറ്റു ഇന്റഗ്രൽ 2 to 3 x dx അല്ലേ. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? which is equal to എല്ലാതും എന്താണ് z square by 2 0 to 1 into എന്താണ് y square by 2 1 to 2 into എന്താണ് x square by 2 1 2 to 3 എന്ന് വരും. സോ ഇവിടെ എന്താ 2 into 2 into 2 അത് നമുക്ക് പുറത്തെടുത്താൽ 8 കിട്ടും. സോ 8/8 into എന്ത് വരും? 1 square minus 0 എന്ന് പറയുമ്പോൾ 1 into 2 square ആണ് 4 minus 1 square ആണ് 4 minus 3 4 minus 1 3 എന്ന് വരും. then 9 square എന്ന് പറഞ്ഞാല് 3 square എന്ന് പറഞ്ഞാൽ 9 minus 2 square ആണ് 4, so 9 minus 4 5 എന്ന് കിട്ടും. so the answer will be in integer, it will be 15. അതാണ് ആൻസർ കിട്ടുക. ക്ലിയർ അല്ലേ? so the answer will be 15. ഇനി ഇൻറ്റിജർ ആയതുകൊണ്ട് നമുക്ക് ഡെസിമൽ പോയിന്റ്സ് ഒന്നും എഴുതണ്ട, നേരെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു എന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് നോക്കാം. നമ്മളുടെ ലിമിറ്റ് എന്താണ്? ലിമിറ്റ് എക്സ് ടു ദ ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പൊ എക്സ് ടു ഇൻഫിനിറ്റി അങ്ങനത്തെ ലിമിറ്റ്സ് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ കഴിയുന്നത്രയും എന്താണ് സിംപ്ലിഫൈ ചെയ്തെങ്ങാണ്ട് എന്താണ് 1/x എന്നുള്ള ഫോംസ് ആക്കിയിട്ട് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 1/infinity 0 ആക്കുന്ന പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ആദ്യം ഇൻഫിനിറ്റി നോക്കുമ്പോൾ എന്ത് ഫോം ആണെന്നുള്ളത് അറിയണം, എന്നാലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ എന്താണ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന ഫോം എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോം എന്നാണ്. ഓക്കെ, ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോം എന്നുള്ള എന്താണ്? അതാണ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോം ആണ് കിട്ടുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ റാഷണലൈസിങ് ദ ന്യൂമറേറ്റർ. ഓക്കെ, വി ആർ എന്താണ് റാഷണലൈസിങ് ദ ന്യൂമറേറ്റർ. റാഷണലൈസിങ് ദ ന്യൂമറേറ്റർ എന്താ ഉദ്ദേശിക്കുന്നത്? റാഷണലൈസിങ് മൾട്ടിപ്ലൈയിങ് ആൻഡ് ഡിവൈഡിങ് വിത്ത് എന്താണ്? വിത്ത് എക്സ് പ്ലസ് ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ. സോ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സിനെ നമ്മൾ എന്താണ് ഈ ലിമിറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ എന്താ കിട്ടുക നോക്കാം. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എന്ത് വരും? എക്സ് മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ്. എന്താണ് മേലെ എന്താണ് ന്യൂമറേറ്റർ എന്താ വരിക? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോമിലല്ലേ. സോ അതെന്താ വരും? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി വരും എക്സ് സ്ക്വയർ
മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് എന്ന് വരും. എന്താണ് എക്സിന്റെ പിന്നെ ഇതിന്റെ സ്ക്വയർ എടുക്കും എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്താണ് ആ സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആവും. എക്സ് സ്ക്വയർ പിന്നെ ആ നെഗറ്റീവ് ഞാൻ പുറത്തോട്ട് എടുത്തു, സോ എക്സ് പുറത്ത് ഉള്ളിലേക്ക് എടുത്തു, സോ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് എടുത്തു. ആൻഡ് താഴെ തന്നെ എന്താണ് എക്സ് പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് തന്നെ. ഓക്കെ, താഴെ മാറ്റം ഇല്ല. ഇനി എന്താണ് ഇതില് എക്സ് സ്ക്വയറും ക്യാൻസൽ ആവും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, ഇവിടെ മൈനസ് എക്സ് എന്ന് വരും. ഇനി താഴെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ എക്സ് കോമൺ ആക്കി എടുക്കുന്നു. ഓക്കെ, എക്സ് കോമൺ ആക്കി എടുക്കുമ്പോൾ 1 പ്ലസ് എക്സ് റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എക്സ് കോമൺ എടുക്കുമ്പോൾ എന്താണ് എക്സ് സ്ക്വയർ ആണ് കോമൺ എടുക്കുക. അപ്പൊ എന്ത് വരും ഇവിടെ 1 പ്ലസ് 1/x എന്ന് കൊടുക്കും. ഓക്കെ, ഇങ്ങനെയാണ് കിട്ടുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്താണ് എക്സും ക്യാൻസൽ ചെയ്യാൻ പറ്റും. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് 1 ഇൻറ്റു 1 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 1/x എന്ന് കിട്ടും. ഇവിടെ ഇൻഫിനിറ്റി അപ്ലൈ എന്താണ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും -1 ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 1/∞ പറഞ്ഞാൽ 0 ഇങ്ങനെ വരും അല്ലേ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു എന്താണ് -1 പ്ലസ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് റൂട്ട് ഓഫ് 1 എന്താ 1 തന്നെയാണ്. സോ നമുക്ക് എന്ത് കിട്ടും വിച്ച് ഈസ് ഈക്വൽ ടു -1/2 എന്ന് കിട്ടും. ഓക്കെ, -1/2 എന്ന് കിട്ടും. സോ -1/2 വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് എന്താണ് ഇറ്റ് ഈസ് ഈക്വൽ ടു -0.5. അതാണ് നമുക്ക് എന്ത് ആൻസർ കിട്ടുക. ലെറ്റ്സ് സീ അത് ഇക്വേഷൻ ഉണ്ട്. ഓപ്ഷൻ ബി ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി എന്താണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ which is which one of the following is correct. Option A എന്താണ് limit x tends to 0 sin 4x by sin 2x is equal to then limit x tends to 0 tan x by x equal to 1. അപ്പം അതിന്റെ തന്നെ ഓരോ എന്താണ് ഓപ്ഷൻസ് വ്യത്യാസമില്ല. അപ്പൊ നമുക്ക് എന്താണ് ആ ലിമിറ്റ് കണ്ടുപിടിക്കണം എന്നാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ലെറ്റ്സ് ഡു ഇറ്റ്. സോ ഫസ്റ്റ് ഇത് ലിമിറ്റ് എന്തായിരുന്നു? ലിമിറ്റ് x tends to 0 sin 4x by sin 2x. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഇവിടെ 0 ഇട്ടെടുത്താൽ 0/0 ഫോം കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എൽ ഹോപ്പിറ്റൽ റൂൾ വെച്ച് ഇങ്ങനെ ചെയ്യാം. പക്ഷെ അതല്ലാതെ നമ്മുടെ സിമ്പിൾ അതും സിമ്പിൾ തന്നെയാണ്. പക്ഷെ ഞാൻ ഇവിടെ വേറെ മെത്തേഡ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഐഡന്റിറ്റീസ് ലിമിറ്റ്സിൽ നമ്മൾ എന്താണ് കോമൺലി പഠിക്കുന്ന ഐഡന്റിറ്റീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അതേത് ഐഡന്റിറ്റി വെച്ചാല് ലിമിറ്റ് അത് ആ ഐഡന്റിറ്റി ഞാൻ എഴുതാം. ദാറ്റ് ഈസ് എന്താണ് ലിമിറ്റ് x tends to 0 എന്താണ് sin ax by ax എന്നുള്ളത് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പൊ ആ ഐഡന്റിറ്റി നമ്മുടെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ദിസ് ലിമിറ്റ് ആസ് ലിമിറ്റ് x tends to 0 sin 4x by എന്താണ് 4x into sin 2x by sin 2x. ഇനി എന്താണ് 4x മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 2x ഡിവൈഡ് ചെയ്യുന്നത്. എന്നാലേ നമുക്ക് എന്താണ് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. നമ്മൾ മാറരുത്. അപ്പൊ എന്താണ് ഇവിടെ ഈ പോർഷൻ എന്ത് വരും 1 എന്ന് വരും. ഓക്കെ, ഇനി ലിമിറ്റ് x tends to 0 2x by sin 2x sin 2x by 2x രണ്ടും സെയിം ആണ് കേട്ടോ. അതിന് മാറ്റമൊന്നുമില്ല. കാരണം എന്താണ് ഇതിനെ തിരിച്ചെടുത്താൽ എന്താണ് റൈസ് ടു -1 ആണ്. അപ്പോഴും നമുക്ക് അതന്നെ കിട്ടും. അപ്പൊ ഇൻറ്റു 1 എന്ന് കിട്ടും, ഇൻറ്റു എന്താ കിട്ടും 2 എന്ന് വരും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ആൻസർ എന്താ കിട്ടുക 2 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ 2 കിട്ടി. ഇങ്ങനെയും ചെയ്യാം, നിങ്ങൾക്ക് എൽ ഹോപ്പിറ്റൽ റൂൾ ചെയ്താലും കിട്ടുന്നതാണ്. അത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. ഓക്കെ, ഇവിടെ ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ് 0/0 ഫോം ആയിട്ട് എൽ ഹോപ്പിറ്റൽ റൂൾ ചെയ്യാൻ പറ്റും. ഈ ഒരു മെത്തേഡ് വെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ അത് എന്തായിരുന്നു ലിമിറ്റ് x tends to tan x by x. ഓക്കെ, ഇതിനെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ലിമിറ്റ് x tends to 0 sin x by cos x into 1/x എന്ന് എഴുതാണ്. ആൻഡ് അതിനെ ഞാൻ റീറേഞ്ച് ചെയ്യുമ്പോൾ ലിമിറ്റ് x tends to 0 എന്താണ് sin x by x into ലിമിറ്റ് x tends to 0 1/cos x എന്ന് വരും. ഓക്കെ, ഇവിടെ എന്താ വരിക ലിമിറ്റ് x tends to 0 sin x by x എന്താണ് sin ax by x
1 ആണെങ്കിൽ sin x by x എന്താണ് 1 ആയിരിക്കും. സോ 1 into ഇവിടെ എന്ത് വരും 1 divided by limit x tends to 0 cos x പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, സോ 1 ആണ്. സോ 1 by 1 is equal to 1 എന്നാണ് കിട്ടുക. ഓക്കെ, the answer will be 1. ഓക്കെ, സോ എന്താണ് ഫസ്റ്റത്തെ ലിമിറ്റ് നമുക്ക് 2 കിട്ടി, സെക്കൻഡ് ലിമിറ്റിന് 1 കിട്ടി. സോ അത് ഏതൊക്കെയാണ് ഓപ്ഷൻസ്? ഓപ്ഷൻ എ ആണ് അല്ലെ, ഫസ്റ്റ് ഓപ്ഷൻ ആണ് എന്ത് കറക്റ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ യു എന്താണ് ഇവാലുവേറ്റ് ദീസ് ലിമിറ്റ്സ്. ഇതെന്താണ് ഞാൻ പറയാണ് എൽഹോപ്പിറ്റൽ റൂൾ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ചെയ്യാം. അത് ചെയ്യുമ്പോൾ ഇതിന് ആൻസർ കിട്ടും. എന്താണ് ഈ ഐഡന്റിറ്റീസ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഐഡന്റിറ്റീസ് യൂസ് ചെയ്തില്ലെങ്കിൽ എന്താണ് ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾക്ക് എൽഹോപ്പിറ്റൽ ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മുടെ എൽഹോപ്പിറ്റൽ ഓൾറെഡി ഇവിടെ ചെയ്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇതും കൂടി പറഞ്ഞുതരാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോ കാൽക്കുലസ് എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയണേ, എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ 3 to 5 എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 13 മാർക്സിന് വരുമ്പോൾ അതില് 3 to 5 മാർക്സ് എന്താണ് കാൽക്കുലസിന് വരുന്നതാണ്. എല്ലാ അക്രോസ് ഓൾ ബ്രാഞ്ചസ് ഇങ്ങനെ തന്നെയാണ്. സോ കാൽക്കുലസ് എന്താണ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ വിട്ടുപോകാൻ പറ്റാത്ത ഒരു സബ്ജക്റ്റ് ആണ്. സോ പ്രോപ്പർലി എന്താണ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ് പ്രോബ്ലംസ് ചെയ്ത് പോയാൽ മാത്രമേ എന്താണ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സിമ്പിൾ പ്രോബ്ലംസ് ആണ്, നിങ്ങൾ പഠിക്കുന്ന തിയറി വെച്ച് കണ്ട പ്രോബ്ലംസ് ആണ്. അത്ര കോംപ്ലക്സ് ആയിട്ടൊന്നും ഇല്ല ക്വസ്റ്റ്യൻസ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി എന്താണ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്താണ് കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടും. ആൻഡ് എക്സാമിന് എന്താണ് ഗേറ്റ് എക്സാമിന് എന്താണ് അത് വളരെ എന്താണ് ഉപയോഗമായിരിക്കും. സോ ഇന്ന് നമ്മൾ ഈ ഒരു സെക്ഷനാണ് നോക്കിയത്. ഇൻ നെക്സ്റ്റ് സെഷനിൽ കാണാം. സോ ദിസ് ഇസ് മീ ഫഹീം മുഹമ്മദ് സൈനിങ് ഓഫ് ഫ്രം ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. താങ്ക് യു.